നമസ്തേ, ഞാൻ കൃഷ്ണരാജ്. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല മഴയുള്ള പ്രഭാതമാണ്. ശുഭദിനം ആശംസിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തുള്ളി തോരാതെ പെരുമഴ. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ട്രെയിനുകൾ വൈകുന്നു. ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. ടെഹ്റാനിൽ കൂട്ടപ്പലായനം. എന്നിട്ടും ഖത്തർ, ഒമാൻ സമാധാന ശ്രമങ്ങൾ തള്ളി ഇറാൻ. പ്രിയംവദ കൊലക്കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. മൃതദേഹം 3 ദിവസം വീട്ടിൽ സൂക്ഷിച്ചു. ദുർഗന്ധം പുറത്തറിയാതിരിക്കാൻ ചന്ദനത്തിരി കത്തിച്ചു. രാത്രി പേടി കാരണം ഉറങ്ങിയില്ലെന്നും മൊഴി. തിരുവനന്തപുരം ശ്രീചിത്രയിൽ ഉപകരണങ്ങളെത്തി. മേജർ ശസ്ത്രക്രിയകൾ ഇന്ന് പുനരാരംഭിക്കും. സുരേഷ് ഗോപി ഇംപാക്ട്. നിലമ്പൂരിൽ വോട്ടെടുപ്പ് 3 നാളകലെ. പ്രചാരണം കടുപ്പിച്ച് മുന്നണികൾ. കനത്ത മഴയത്തും ആവേശം ചോരാതെ സ്ഥാനാർത്ഥികൾ. വിവാദ ഫോൺ വിളിയിൽ കുടുങ്ങി CPI നേതാക്കൾ. കമലാ സദാനന്ദനും KM ദിനകരനുമെതിരെ നടപടി സാധ്യത. പുറത്താക്കണമെന്ന് ഒരു വിഭാഗം. സംസ്ഥാനത്ത് പുനഃക്രമീകരിച്ച സ്കൂൾ സമയമാറ്റം ഇന്നു മുതൽ. ഹൈസ്കൂളിന് അരമണിക്കൂർ പഠന സമയം കൂടും. മാറ്റം വെള്ളിയാഴ്ചയൊഴികെ. വാർത്തകളിലേക്ക് വിശദമായി. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധ അന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേൽ. ഒറ്റയടിക്ക് തീർക്കും എന്നാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ആക്രമണത്തിൽ ഇറാനിൽ 406 മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ കൂട്ടപ്പലായനം ചെയ്യുകയാണ്. ഇരുട്ടിന്റെ മറവിലെത്തിയ 100-ലേറെ മിസൈലുകളെ പ്രതിരോധിച്ചെന്ന് ഇസ്രയേൽ അറിയിച്ചു. യമനിലെ ഹൂതി ഭീകര കേന്ദ്രങ്ങളും ഇസ്രയേൽ ആക്രമണം നടത്തിയതായി പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, വലിയ യുദ്ധാന്തരീക്ഷമാണ്. കഴിഞ്ഞ ദിവസം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് വേണ്ടി വന്നാൽ ഒറ്റയടിക്ക് തീർക്കും എന്നാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും കൃഷ്ണരാജ്, ശക്തമായ നടപടി തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ആക്രമണം, അതിശക്തമായ ആക്രമണത്തെ തുടർന്ന് ഇറാനിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ട്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ 406 പേർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ തന്നെ കൃത്യമായി അറിയിക്കുകയാണ്. ടെഹ്റാനിലും അതുപോലെ തന്നെ മേഖലകളിൽ നടന്ന ആക്രമണങ്ങളിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആൾനാശം വൻതോതിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി അസറ്റുകളും, അതായത് ഈ ആണവ അസറ്റുകൾ, ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണം, അതുപോലെ തന്നെ എണ്ണ കേന്ദ്രങ്ങളിലെ ആക്രമണം, അത്തരത്തിലെ ആക്രമണങ്ങളിൽ വൻതോതിൽ സ്വത്തുക്കളുടെ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇറാനെതിരെ സ്വീകരിക്കുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ ഉള്ളത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതുപോലെ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കങ്ങൾ നടത്തും, വേണ്ടി വന്നാൽ ഒറ്റയടിക്ക് ഇറാനെ അവസാനിപ്പിക്കുമെന്ന കൃത്യമായൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. ശക്തമായ ഒരു ആക്രമണം തന്നെയാണ് ഇനിയും ഉണ്ടാകുക എന്നാണ് ഇതിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന സൂചന. കടുത്ത നടപടികൾ ഇറാനെതിരെ തുടരുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു അന്താരാഷ്ട്ര സമൂഹത്തോടും ആവർത്തിച്ചിരിക്കുന്നത്. ഈ അന്താരാഷ്ട്ര സമൂഹം ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ചില നിലപാടുകൾ സ്വീകരിക്കുന്നത്, അതായത് ആണവ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന അന്താരാഷ്ട്ര സമൂഹം മുഴുവനും തന്നെ ഇസ്രായേലിന്റെ അനുകൂല നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആണവായുധങ്ങൾ വൻതോതിൽ ശേഖരിക്കാനുള്ള ഒരു നീക്കം ഇറാൻ നടത്തിയത് തങ്ങളുടെ രാജ്യത്തിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശക്തമായ ഒരു ആക്രമണത്തിന് മുതിർന്നതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അത് മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തെയും വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ
ശക്തമായ ആക്രമണം ഇനിയും തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം പ്രതിരോധ സേന മറ്റു സംവിധാനങ്ങളെ, അതായത് ഇറാന്റെ പിന്തുണയോടെ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്ന മറ്റു ഭീകര സംവിധാനങ്ങൾക്കെതിരെയും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാന നീക്കം എന്ന് പറയുന്നത് ഹൂതി ഭീകരർക്കെതിരെ നടത്തിയ ആക്രമണമാണ്. യമനെ കൃത്യമായി ലക്ഷ്യം വെച്ച് നടത്തിയ ഒരു ആക്രമണം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഈ ആക്രമണം ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ ഹൂതി ഭീകരരുടെ പ്രത്യാക്രമണമാണ് ഏറെ ഗൗരവത്തോടെ വീക്ഷിച്ചിരുന്നത് ഇസ്രായേൽ എന്നും അത് ഹൂതി ഭീകരരുടെ നീക്കങ്ങൾ ചെങ്കടലിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഹൂതി ഭീകരർക്ക് നേരെ നടത്തിയതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഹിസ്ബുള്ള ഈ വിഷയത്തിൽ, അതായത് ഇറാനുമായുള്ള ഇസ്രായേൽ സംഘർഷത്തിൽ ഇടപെടാനില്ല എന്നൊരു നിലപാട് ഹിസ്ബുള്ള ഔദ്യോഗികമായി അറിയിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയുമായുള്ള ഒരു ആക്രമണ സാധ്യത, അല്ലെങ്കിൽ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഒരു ആക്രമണ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. താരതമ്യേന പൂർണ്ണമായും നിർവീര്യമാക്കപ്പെട്ട ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ് ഹിസ്ബുള്ള. അതേസമയം ഹമാസിന്റെ കാര്യത്തിലും സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആക്രമണത്തിനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട് എങ്കിൽ കൂടി വലിയ തോതിലുള്ള ഒരു ശേഷി ഹമാസിന് ഇല്ലാത്തതുകൊണ്ട് ഗാസയിൽ നിന്നുള്ള ഒരു പ്രത്യാക്രമണമോ, അത്തരത്തിൽ ഗാസയിൽ നിന്നുള്ള കേന്ദ്രീകരിച്ച ഒരു ആക്രമണമോ നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഹൂതി വിമതർ തന്നെയായിരിക്കും വലിയ തോതിൽ വെല്ലുവിളി സൃഷ്ടിക്കുക എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് യമനിലും ആക്രമണം നടത്തിയത്. വലിയ തിരിച്ചടി നേരിട്ടിട്ടും സമാധാന ശ്രമങ്ങൾക്കുള്ള ഖത്തറിന്റെയും ഒമാന്റെയും ഒക്കെ നീക്കങ്ങൾ ഇറാൻ തള്ളുകയാണ്. എന്തുകൊണ്ട്? തീർച്ചയായും സമാധാന ശ്രമങ്ങൾ ഇറാനുമായി സംസാരിച്ച് ഖത്തറും ഒമാനും ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ഈ ഖത്തർ ഇസ്രായേലുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. ഒമാനും സമാനമായ രീതിയിൽ ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. ഈ ഇരു രാജ്യങ്ങളും ഈ പ്രശ്നത്തിൽ ഇടപെടാനുള്ള നീക്കം നടത്തിയപ്പോൾ അത് അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് തയ്യാറല്ലെന്ന ഒരു നിലപാട് ഇറാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഇറാൻ ഈ നിലപാട് അറിയിച്ചിരിക്കുന്നതിന്റെ വസ്തുത കേവലം ഒരു യുദ്ധതന്ത്രത്തിന്റെ മാത്രം ഭാഗമാണെന്നും യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതല്ലെന്നുമാണ് നിരീക്ഷകരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് സ്വീകരിക്കാനുള്ള ഒരു സൈനിക ശേഷിയോ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ ആണവ സംവിധാനങ്ങളുടെ ശേഷിയോ ഒന്നും തന്നെ ഇറാൻ ഇല്ല എങ്കിൽ കൂടി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് തീർത്തും യുക്തിഭദ്രമല്ലാത്തൊരു നിലപാടാണ് എന്നൊരു നിരീക്ഷണമാണ് അന്താരാഷ്ട്ര സമൂഹം എല്ലാം തന്നെ നടത്തുന്നത്. എന്തു തന്നെയായാലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ എന്നത് മറ്റൊരു സങ്കീർണമായ പ്രശ്നമാണ്. നിലവിലെ സാഹചര്യത്തിൽ 406 പേർ മരിച്ചുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. അതിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. താരതമ്യേന തകർന്നടിഞ്ഞ ഒരു സംവിധാനത്തിൽ നിന്ന് വീണ്ടും ഇത്തരത്തിലൊരു വെല്ലുവിളി നിറഞ്ഞ നിലപാട് ഇറാൻ സ്വീകരിക്കുന്നതിന്റെ അടിസ്ഥാനം തന്നെ അവ്യക്തമാണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്ത് തന്നെയായാലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ച സമീപനമില്ല എന്ന ഒരു അന്തിമ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, നിരവധിയായ മിസൈലുകൾ ഇന്നലെ ഇസ്രായേലിലേക്ക് വർഷിക്കുകയും അതെല്ലാം തന്നെ ഇസ്രായേൽ പ്രതിരോധിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സൂചനകൾ അനുസരിച്ച് ഈ വിട്ടുവീഴ്ച ഇല്ലാത്തൊരു നിലപാട് ഇറാൻ സ്വീകരിക്കുന്നത് തീർത്തും ഒരു യുദ്ധതന്ത്രത്തിന്റെ അല്ലെങ്കിൽ യുദ്ധാവേശം കെടുത്ത അതേ സൈന്യത്തെയും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളെയും നിലനിർത്തുന്നതിനുള്ള ഒരു നീക്കം മാത്രമായാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. അത് വസ്തുതാപരമല്ല. തീർച്ചയായും അത്തരത്തിലൊരു ദുർബലമായ ഒരു സംവിധാനം നിലനിൽക്കുന്ന ഇറാന് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതിന്റെ യുക്തി എന്തെന്ന് കൃത്യമായി ബോധിപ്പിക്കാനും സാധിക്കാത്തൊരവസ്ഥയാണുള്ളത്. തീർച്ചയായും ഈ ഒമാനും അതുപോലെ തന്നെ ഖത്തറുമായുള്ള നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയും എന്നാൽ തിരിച്ചടി ശക്തമാക്കുമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ ഇസ്രായേൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ പശ്ചിമേഷ്യയിലെ ഒരു സമാധാന അന്തരീക്ഷം വീണ്ടും കലുഷിതമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. ടെഹ്റാനിൽ കൂട്ടപലായനമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും. ഇന്നലെ തുള്ളി തോർന്നിട്ടില്ല. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാനത്തും അതങ്ങനെ തന്നെയായിരുന്നു. 5 ജില്ലകൾക്ക് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നത്. മഴ തുടരുന്നതിനാൽ 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കടലാക്രമണ ഭീതിയിലാണ് എറണാകുളത്തെ തീരമേഖല. വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയും കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും കോഴിക്കോട് നിന്ന് അനഘ ഹർഷനും ഒപ്പം ചേരുന്നു. ആദ്യം ശാലിനിയിലേക്ക്. ഒരുപക്ഷെ ശാലിനി, സ്കൂളുകൾക്ക് അവധിയില്ലാത്ത 3 ജില്ലകളിൽ ഒന്ന് തിരുവനന്തപുരമാണ്. ഈ തിരുവനന്തപുരത്ത് തന്നെ ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു. രാത്രി എന്നല്ല, മുഴുവൻ സമയവും മഴ തന്നെയായിരുന്നു. അപ്പോൾ മറ്റ് ജില്ലകളുടെ അവസ്ഥ ഊഹിക്കാവുന്നതേയുള്ളൂ. ശാലിനി, എന്താണ് തിരുവനന്തപുരത്ത്
ഏറ്റവും പുതിയ വിവരങ്ങൾ? കൃഷ്ണരാജ്, നിലവിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ശക്തമായ മഴ തുടരുകയാണ്, അതിശക്തമായ മഴയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓറഞ്ച് അലർട്ട് ആണ് എങ്കിൽ പോലും റെഡ് അലർട്ടിന് സമാനമായ ശക്തമായ മഴ പല മേഖലകളിലും ജില്ലകളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകളിൽ നിന്നും ഒപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നഗരമേഖലകളിലടക്കം മരം കടപുഴകി വീണുള്ള അപകടങ്ങൾ പതിവാകുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീരദേശ മേഖലയാണ് ഏറ്റവും കൂടുതൽ ഈ മഴയുടെ കെടുതിയിലും മഴയുടെ ആഘാതത്തിലും വീർപ്പ് മുട്ടിയിരിക്കുന്നത്, കണ്ണീർ കടലായി മാറിയിട്ടുള്ളത്. ഞാൻ നിൽക്കുന്ന ശംഖുമുഖത്തിന്റെ കാഴ്ചകളിലേക്ക് കൂടി ഒരു പക്ഷേ പോകേണ്ടിയിരിക്കുന്നു. തീരം വലിയ രീതിയിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീരം മുഴുവനുമായി ഇടിഞ്ഞൊരു സാഹചര്യം, ഒപ്പം തന്നെ നിരവധി ഫൈബർ ബോട്ടുകളടക്കം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടതുപോലും കടലെടുത്തുകൊണ്ടുപോയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ അതിശക്തമായ തിരമാല തീരദേശ മേഖലയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് വെട്ടുകാട്, വിഴിഞ്ഞം അടക്കമുള്ള മേഖലകളിൽ ഒരു വീട് അപ്പാടെ തകർന്ന് കടലിലേക്ക് പതിക്കുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് ആളുകളെ മാറ്റിയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടം, ജീവൻ അപകടത്തിൽ പെട്ടില്ല എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് ഇന്നലെയൊക്കെ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ് തലസ്ഥാന ജില്ലയിലുള്ളത്. അതിശക്തമായ മഴ, അതിശക്തമായ കാറ്റ് അത് തുടരുകയാണ്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ ഈ കടൽക്കയറ്റം കൂടെ ഉണ്ടായതോടുകൂടി വലിയ രീതിയിലൊരു ആശങ്കയുടെ നാളുകൾ കൂടിയാണ് എല്ലാ ജൂൺ മാസത്തിലും ഈ തീരദേശവാസികൾക്ക് കടന്നു പോകുന്നത്. ശംഖുമുഖം, വിഴിഞ്ഞം, ഒപ്പം തന്നെ കോവളം, പൂന്തുറ അടക്കമുള്ള മേഖലകളിലും ഈ കടൽ പ്രക്ഷുബ്ധമാണ്. ഇത്തരത്തിൽ വലിയ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നഗരമേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ നഗരമേഖലകളിലൊക്കെ മരം കടപുഴകി വീണും ഒപ്പം തന്നെ ലൈനുകൾ പൊട്ടി വീണുമുള്ള അപകടങ്ങളും അത്തരത്തിലുള്ള സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ്. വരുന്ന 5 ദിവസം കൂടി ഈ രണ്ടാം ഘട്ട കാലവർഷം തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നിലവിൽ ഇന്ന് ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ തലസ്ഥാന ജില്ലയിലും ഓറഞ്ച് റെഡ് അലർട്ടിന് സമാനമായ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. 10 മണിയോടുകൂടി വരുന്ന മഴ മുന്നറിയിപ്പിൽ കാര്യമായ മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ മണിക്കൂറിൽ എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് ജാഗ്രതാ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് 14 ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലെ ജില്ലകൾക്ക്, മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. എങ്കിൽ പോലും ശക്തമായ മഴ പല മേഖലകളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തീവ്രമായ മഴ പെയ്യാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. 30 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് പോകണം. ഒപ്പം തന്നെ മേൽക്കൂരകളൊക്കെ കേടുപാടുകളുള്ള വീടുകളിൽ നിന്നൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ബന്ധുവീടുകളിലേക്കും ഒക്കെ മാറണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ട്രോളിംഗ് നിരോധനമാണ്. അതുകൊണ്ട് തന്നെ കടലിലൊന്നും മത്സ്യബന്ധന യാനങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിൽ പോലും കോസ്റ്റ് ഗാർഡിനെയൊക്കെ കണ്ണുവെട്ടിച്ചൊക്കെ കടലിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള മത്സ്യബന്ധനമൊന്നും ഈ ഘട്ടത്തിൽ പാടില്ല എന്നുള്ള വിലക്ക് കേരള, തമിഴ്നാട്, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ കൂടി പ്രഖ്യാപിക്കുകയാണ്. ഏത് സാഹചര്യവും നേരിടാനുള്ള അടിയന്തര ഇടപെടലുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തണമെന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തൽ. ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പലയിടത്തും കൃത്യമായി നടക്കാത്തത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ പലയിടത്തും ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റുക, ഒപ്പം തന്നെ ഓടകളുടെ നവീകരണം, ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾ തലസ്ഥാന ജില്ലയിൽ പലയിടത്തും പാളിയത് വെള്ളക്കെട്ടിനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. തമ്പാനൂര്, ഒപ്പം തന്നെ പേട്ട അടക്കമുള്ള മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട്. വെള്ളക്കെട്ടിൽ ഇരുചക്ര വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെട്ടുള്ള അപകടങ്ങളും പതിവാകുന്നൊരു കാഴ്ച കൂടി നമുക്ക് തലസ്ഥാന ജില്ലയിൽ നിന്ന് കാണാൻ സാധിക്കും. എന്തായാലും അതിശക്തമായതും അതിതീവ്രമായതുമായ മഴ തലസ്ഥാന ജില്ലയിലും തുടരുകയാണ്. എന്തായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും 10 മണിയോടുകൂടി വരുന്ന അലേർട്ടിൽ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ. മലയോര മേഖലയിൽ കനത്ത മഴയാണ് കേട്ടോ. ഈ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ തലസ്ഥാന നഗരത്തിൽ മഴ ശക്തമാണ്, അതിനേക്കാൾ ശക്തമാണ് മലയോര മേഖലയിൽ എന്ന കാര്യം പറയാതെ വയ്യ. കാരണം തുള്ളി തോരാതെ മണിക്കൂറുകളോളം നീണ്ട മഴയാണ്, അത് തോരുന്നതേയില്ല. എന്നിട്ടും തിരുവനന്തപുരത്തെ സ്കൂളുകൾക്ക് അവധിയില്ല എന്നത് അവിടെ നിൽക്കട്ടെ. മലയോര മേഖലയിലെ അവസ്ഥ എങ്ങനെയാണ്?
തീർച്ചയായും കൃഷ്ണരാജ്, മലയോര മേഖല ഒരുപക്ഷെ ചെറിയൊരു മഴ പെയ്യുമ്പോൾ പോലും തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇത്ര ശക്തമായ കാലവർഷം പെയ്യുമ്പോൾ വിതുര, പൊന്മുടി, കല്ലാർ, മീൻമുട്ടി അടക്കമുള്ള മേഖലയിലെ ആളുകളുടെ ജനജീവിതത്തെ പറ്റി പറയേണ്ട കാര്യമില്ല. കാരണം അത്രയധികം ദുസ്സഹമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്മുടി അടക്കമുള്ള ഇക്കോ ടൂറിസം സെന്ററുകൾ നിലവിൽ ഓപ്പൺ ആണ് എങ്കിൽ പോലും അവിടേക്കുള്ള യാത്രകൾ അതീവ സുരക്ഷിതമായി മാത്രമേ നടത്താവൂ എന്നുള്ളതാണ് നിലവിൽ നൽകുന്ന ഇക്കോ ടൂറിസം സെന്ററിന്റെ നേതൃത്വത്തിൽ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഒപ്പം തന്നെ 22 ഹെയർപിൻ വളവുകളുണ്ട്. മണ്ണിടിച്ചിൽ, മലയിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ അപകടം പിടിച്ച യാത്രകളൊന്നും പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. വിതുര അടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മഴ ലഭ്യമാകുന്നത്, മില്ലിമീറ്റർ മഴ ലഭ്യമാകുന്നത് ഈ കിഴക്കൻ മലയോര മേഖലകളിലാണ്. വിതുര അടക്കമുള്ള മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശക്തമായ കാറ്റ് വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കുന്നത് കടൽ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈ മലയോര മേഖലകളിലാണ്. മരം കടപുഴകി വീണും വീടുകൾ തകർന്നുമൊക്കെ സാധാരണ ആൾക്കാരുടെ വീടുകളാണ്. അതൊക്കെ ഈ മഴയിലൊക്കെ കുതിർന്ന് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതകളൊക്കെ അവിടെ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള മേഖലകളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്കും ബന്ധുവീടുകളിലേക്കും മാറണമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ 3 അണക്കെട്ടുകളിൽ, അതിൽ പ്രധാനപ്പെട്ട അരുവിക്കര, നെയ്യാർ, പേപ്പാറ അണക്കെട്ടുകളിലെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. നീരൊഴുക്ക് ഈ അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശത്തൊക്കെ അതിശക്തമായ മഴ ലഭ്യമാകുന്നതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഡാമുകളിൽ ഉയരുകയാണ്. അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കരമന, ഒപ്പം തന്നെ കിള്ളിയാർ അടക്കമുള്ള നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. വിതുര, വാമനാപുരം നദി അടക്കമുള്ള നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. മീൻമുട്ടിയിലും വെള്ളം ഉയരുകയാണ്. കല്ലാർ നദിയിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇതിന്റെയൊക്കെ നദികളുടെ സമീപത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. നദികളിൽ ഇറങ്ങിയുള്ള ഒരു വിനോദസഞ്ചാരത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുളിക്കാനോ തുണി നനയ്ക്കാനോ അങ്ങനെയുള്ള ഒരു വിനോദത്തിനും കടവുകളിലോ അല്ലെങ്കിൽ തോടുകളിലോ നദികളിലോ ഇറങ്ങരുത് എന്നുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് കൂടി ഈ മണിക്കൂറിലും നിലനിൽക്കുകയാണ്. എന്തായാലും ആശങ്ക ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതേസമയം തന്നെ അതിശക്തമായ മഴ തലസ്ഥാന ജില്ലയിൽ തുടരുകയാണ്. എന്തായാലും പ്രാദേശിക അവധി പോലും തലസ്ഥാന ജില്ലയിൽ ഈ മണിക്കൂറിൽ, ഈ ദിവസം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ജില്ലാ ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൃഷ്ണരാജ്. ശാലിനി, രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നൊപ്പം ചേരുന്നുണ്ട്. രേഷ്മ, കൊച്ചിയിൽ എന്താണ് അവസ്ഥ? മധ്യ കേരളത്തിൽ കനത്ത മഴയാണോ? കൃഷ്ണരാജ്, മധ്യമേഖലയിൽ മലയോര പ്രദേശങ്ങളിലാണ് കനത്ത മഴ പെയ്യുന്നത്. നഗരപരിധിയിൽ ഇടവിട്ട് മാത്രമാണ് മഴ ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ചാറ്റൽ മഴ മാത്രമാണ് നഗരപരിധിയിലുള്ളത്. പക്ഷേ ഇടമലയാറിന്റെ അതോടൊപ്പം തന്നെ ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെയും വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ജില്ലയിലെ തീരദേശ മേഖല അനുഭവിക്കുന്ന ദുരിതം തന്നെയാണ്. തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് ചെല്ലാനം, കണ്ണമാലി, ചെറിയകടവ് ഭാഗങ്ങളിൽ വലിയ രീതിയിൽ കടലാക്രമണ ഭീതിയുണ്ട്. ഒരു 10 മണിക്ക് ശേഷം കടലാക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അവിടുത്തെ പല വീടുകളിൽ 500-ലേറെ വീടുകളിലാണ് കടൽ വെള്ളം ഇരച്ചു കയറിയത്. പല വീടുകളിലേക്കും തിരമാലകൾ ഉയരുന്ന സാഹചര്യത്തിൽ വെള്ളം ഇരച്ചു കയറുന്നുണ്ട്. പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നതാണ് കൃത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം. അതായത് ടെട്രാപോഡ് കടൽ ഭിത്തി നിർമ്മാണം പൂർണ്ണമായിട്ടും അത് പ്രാബല്യത്തിൽ ഉണ്ടാക്കണം, അത് പ്രാപ്തമാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷെ അതിലൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഇതുവരെ അധികാരികൾക്ക് സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന 30-ാം തീയതി, ഈ മാസം 30-ാം തീയതി തീരദേശ ഹർത്താലിന് ജനകീയ വേദി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സ്വകാര്യ ബസ് ഉടമകൾ അടക്കം ഈ ഹർത്താലിനെ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്. ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെയുള്ള തീരദേശ മേഖലയിലാണ് ഈ തീരദേശ ഹർത്താൽ നടത്തുക. എന്തായാലും ഈ ഒരു കണ്ണമാലി, ചെറിയകടവ്, ചെല്ലാനം ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിൽ ശാശ്വതമായിട്ട് കടലാക്രമണ ഭീതിക്കെതിരായിട്ടുള്ള പരിഹാരങ്ങൾ വേണം എന്നുള്ളതാണ് ഈ തീരദേശ ഹർത്താലിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം, നേരത്തെ ശാലിനി പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിന് സമാനമായിട്ട് തന്നെ കൊച്ചിയിലും ഒരു പരാജയം എന്ന് പറയേണ്ടി വരും. കാരണം പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട്. മാലിന്യം ഉൾപ്പെടെയുള്ള ഓടകളിലെ മാലിന്യം ഉൾപ്പെടെയാണ് വീടുകളിലേക്ക് അടക്കം സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ വെള്ളം അത് ഇരച്ചു കയറുന്നത്. മാലിന്യമടങ്ങിയ വെള്ളം
അത് ശുചീകരിക്കേണ്ട ഒരു അവസ്ഥ പല വീട്ടുകാർക്കും സ്ഥാപനങ്ങൾക്കും ഉണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും വലിയൊരു അലംഭാവം ഉണ്ടായി എന്നുള്ളതാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു ആക്ഷേപം. മറ്റൊന്ന്, ഈ പെരിയാറിന്റെയും മൂവാറ്റുപുഴയാറിന്റെയും തീരദേശത്ത് അല്ലെങ്കിൽ തീരപ്രദേശത്തുള്ളവർക്ക് നിലവിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഭൂതത്താൻകെട്ടിന്റെയും അതോടൊപ്പം തന്നെ ഇടമലയാർ ഡാമിന്റെയും ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളം കയറാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് മൂവാറ്റുപുഴയാറിന്റെയും പെരിയാറിന്റെയും തീരത്തുള്ളവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കടൽക്കയറ്റ ഭീഷണിയുള്ള ഇടങ്ങളിൽ മാറി താമസിക്കണമെന്നുള്ള ജാഗ്രതയും നിർദ്ദേശവും അത്തരത്തിലുള്ള നിർദ്ദേശം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ കണ്ണമാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ 500-ലേറെ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചി മേഖലയിലും മരങ്ങൾ കടപുഴകി വീണുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റിടങ്ങളിൽ, അതായത് മലയോര മേഖലയിൽ കനത്ത മഴ ഇപ്പോഴും പെയ്യുകയാണ്. നഗരപരിധിയിൽ ഇടവിട്ട് മാത്രമാണ് മഴ ലഭ്യമായിട്ടുള്ളത്. ഒരു 3 മീറ്റർ മുതൽ 4.1 മീറ്റർ വരെ തിരമാല ഉയരാൻ സാധ്യത ഉണ്ട് എന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മീൻപിടുത്തത്തിന്, ട്രോളിംഗ് ആണെങ്കിൽ കൂടിയും മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലിലേക്ക് പോകരുതെന്നുള്ള മുന്നറിയിപ്പാണ് അധികൃതർ നൽകിയിട്ടുള്ളത്. കനത്ത ജാഗ്രതാ നിർദ്ദേശത്തിനൊപ്പം കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. അനഘ, ഒരുപക്ഷെ ആദ്യം വരേണ്ടിയിരുന്നത് അനഘയിലേക്കാണ്. കാരണം 5 ജില്ലകൾക്ക് ഇന്ന് റെഡ് അലേർട്ടാണ്. 5ഉം വടക്കൻ കേരളത്തിലാണ്. മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, വയനാടുണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്. വയനാട്ടിൽ കനത്ത മഴ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കടലാക്രമണ ഭീതിയിൽ പലയിടങ്ങളുണ്ട്. വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശരിക്കും ആദ്യം വരേണ്ടിയിരുന്നത് കോഴിക്കോട്ടേക്കാണ്. പക്ഷേ കൂടുതൽ പറയേണ്ടത് കോഴിക്കോട് ആയതുകൊണ്ട് അവസാനത്തേക്ക് മാറ്റിയതാണ്. അനഘ, പറയൂ. കൃഷ്ണരാജ്, ഈ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഇനി കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രിയൊക്കെ കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴ പെയ്യുകയായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ആയ സമയത്ത് കോഴിക്കോട് നഗരപ്രദേശത്ത് മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു. എന്നാൽ മലയോര മേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ അതിന്നും തുടരുകയാണ്. മാത്രമല്ല, ഇന്നലെ അതിശക്തമായ കാറ്റും വീശുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കാറ്റ് വീശിയ സാഹചര്യത്തിൽ ആ ഭാഗത്ത് കുറ്റ്യാടി ഭാഗത്തൊക്കെയുള്ള വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ മാത്രം ഇന്ന് കാറ്റടിച്ചതിനെ തുടർന്ന് 10-ലധികം വീടുകൾക്കാണ് ഒറ്റ ദിവസത്തിൽ ഇത്രയധികം കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇന്നലെ ഈ ചാത്തമംഗലം ചെറുപുഴയിൽ കാണാതായിട്ടുള്ള വയോധികനായിട്ടുള്ള തിരച്ചിൽ ഇന്നും തുടരും എന്നതാണ്. ഈ കുറ്റ്യാടി പോലീസും അതുപോലെ തന്നെ മുക്കം ഫയർഫോഴ്സുമാണ് ഈ വയോധികനായിട്ടുള്ള തിരച്ചിൽ തുടരുന്നത്. ഇന്നലെ വൈകുന്നേരം ഈ പശുവിനെ മേയ്ക്കാൻ വേണ്ടി ഈ ചെറുപുഴയോരത്ത് പോയതായിരുന്നു. പിന്നീട് ഈ വയോധികന്റെ ചെരുപ്പ് മാത്രമാണ് ആ പ്രദേശത്ത് കണ്ടത്. അതിനെ തുടർന്നാണ് പുഴയിൽ പെട്ടുപോയിട്ടുണ്ടാകാം എന്ന് കുടുംബാംഗങ്ങളടക്കം ഒരു സംശയം പ്രകടിപ്പിച്ചത്. അതിനെ തുടർന്നാണ് ഇന്നലെ ചെറുപുഴയിൽ ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ തിരച്ചിൽ നടത്തിയത്. പക്ഷെ ഇന്നലെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരച്ചിൽ ഇന്നും തുടരും എന്നാണ്. പക്ഷെ കാലാവസ്ഥ പ്രതികൂലമാണ്, ശക്തമായ മഴ തുടരുകയാണെങ്കിൽ കൂടിയും ഇന്ന് തിരച്ചിൽ തുടരുമെന്നാണ് മുക്കം ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ കാറ്റ് വീശുന്നുണ്ട്. മാത്രമല്ല, ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ കാറ്റിൽ കനത്ത നാശനഷ്ടം. രാവിലെ തന്നെ 5 വീടുകൾക്ക് മുകളിലേക്ക് ഈ തെങ്ങ് വീണ് ഈ വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാസർഗോഡ് നിന്ന് വരുന്ന ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. മറ്റൊന്ന്, ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ജില്ലാ ഭരണകൂടം മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ വിലങ്ങാട് നഗരപ്രദേശത്ത് ഒരു പാലമുണ്ട്. ഈ പാലത്തിന് മുകളിലേക്ക് ഈ പുഴയിലെ വെള്ളം വന്ന് നിരന്തരം ഇടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ ഭീഷണിയാണ്. അത് നഗരപ്രദേശത്തെ വിലങ്ങാട്ടെ നഗരപ്രദേശത്തെ ആളുകളൊക്കെ തന്നെ വലിയ ഭീതിയോടെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ രീതിയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പാലം തകരുന്നൊരു അവസ്ഥയുണ്ടായാൽ വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഭീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് തങ്ങൾ പോകേണ്ടി വരുമോ എന്നൊരു ഭീതി ആ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സമയവും കനത്ത ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം എല്ലാ സമയവും നിരീക്ഷണവും നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ വിലങ്ങാട്. അതുകൊണ്ട് തന്നെ അവിടെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ തീരപ്രദേശത്തുള്ളവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരമാല വലിയ രീതിയിൽ ഉയരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മീൻ പിടിക്കാൻ, ട്രോളിംഗ് ആണെങ്കിൽ പോലും മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. കൃഷ്ണരാജ്, അനഘ, ഈ ജില്ലാ ഭരണകൂടം
വിവിധ ജില്ലാ ഭരണകൂടങ്ങൾ വടക്കൻ കേരളത്തിലെ അവർ മഴക്കെടുതി വിലയിരുത്തിയോ? എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? കൃഷ്ണരാജ്, കൃത്യമായി തന്നെ മഴക്കെടുതിയെ സംബന്ധിച്ച് വിവരം ശേഖരണം ഈ ജില്ലാ ഭരണകൂടം നടത്തുന്നുണ്ട് എന്നതാണ്. മാത്രമല്ല, ഇന്നലെ മാത്രം അടിച്ച കാറ്റിൽ കോഴിക്കോട് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കടകൾക്ക് മുകളിലേക്കും വീടുകൾക്ക് മുകളിലേക്കും ഒക്കെ തന്നെ ഈ മരം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതൊക്കെ തരത്തിൽ ഇത്തരത്തിൽ മഴക്കെടുതി സംഭവിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ മഴയ്ക്ക് മുൻപേ എടുക്കേണ്ട ഒരു ജാഗ്രതയും ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നതാണ്. അതായത് കോഴിക്കോട് പോലെ ഒരു നഗരത്തിൽ ഈ മഴ തുടങ്ങിയ അന്ന് മുതൽ തന്നെ നഗരപ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ട് എന്ന് പറയുമ്പോൾ മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു കുഞ്ഞുകുട്ടി ആ ഭാഗത്തുകൂടെ പോവുകയാണെങ്കിൽ ആ വെള്ളത്തിൽ മുങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്ന രീതിയിലാണ് കോഴിക്കോട് നഗരപ്രദേശങ്ങളിൽ പലയിടത്തും. അതായത് ഈ മിഠായി തെരുവ് പ്രദേശത്തൊക്കെ തന്നെ നിരന്തരം ആളുകൾ എത്തുന്ന പ്രദേശമാണ്. ആ പ്രദേശത്തൊക്കെ തന്നെ ആ രീതിയിൽ വെള്ളക്കെട്ടുണ്ട്. അതിന് കൃത്യമായ ഒരു പരിഹാരം ജില്ലാ ഭരണകൂടത്തിനോട് പലതവണ പല ഘട്ടത്തിൽ ഈ ജനങ്ങൾ തന്നെ നേരിട്ട് ബോധിപ്പിച്ചതാണ്. പക്ഷേ യാതൊരു നടപടിയും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നതാണ്. ഏതൊരു മഴക്കാലത്തും കോഴിക്കോടുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി ആ വെള്ളക്കെട്ട് തന്നെയാണ്. ആ വെള്ളം താണ്ടി വേണം ആളുകൾക്ക് അതുവഴി നടന്നു പോകാൻ എന്നൊരു പ്രതിസന്ധി ഉണ്ട്. ഇത് കോഴിക്കോട്ടെ ഒരു ഭാഗത്തെ മാത്രം കാഴ്ചയല്ല. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്തും ഇതേ കാഴ്ചയാണ്. അങ്ങനെ എല്ലാ പ്രദേശത്തും ഇത്തരത്തിൽ ഒരു ചെറുമഴ പെയ്താൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ആ പ്രദേശത്തെ ബസ് സ്റ്റാൻഡ് പരിസരത്തും അതുപോലെ തന്നെ മാനാഞ്ചിറ ഭാഗത്തൊക്കെയുള്ള കടകളിലേക്കും ആ പരിസരത്തുള്ള വീടുകളിലേക്കും സംസ്ഥാനമാകെ പെരുമഴയാണ്. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കനത്ത മഴ തുടരുന്നുണ്ട്. മലയോര മേഖലകളിൽ ആശങ്കയുണ്ട്. വയനാട്ടിൽ ഇപ്പോഴും വിലങ്ങാട് അടക്കമുള്ളയിടത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. 5 ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ്. അത് 5ഉം വടക്കൻ കേരളത്തിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി, കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു, കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ. വീണ്ടും മഴ വാർത്തകളിലേക്ക് പോകുന്നു. കടൽക്ഷോഭം രൂക്ഷമായതോടെ നാശത്തിന്റെ വക്കിലാണ് തിരുവനന്തപുരം ശംഖുമുഖം ആറാട്ടുകടവ്. കടൽ കയറിയതും തീരമിടിഞ്ഞതിനും പുറമെ നഗരസഭയുടെ കെടുകാര്യസ്ഥതയും ആറാട്ടുമണ്ഡപവും കടവും നശിക്കുന്നതിന് പിന്നിലെ കാരണമാണ്. തീരസംരക്ഷണത്തിനായി കോടികൾ ബജറ്റിൽ വകയിരുത്തുമ്പോഴാണ് പത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപവും കടവും അവഗണിക്കപ്പെടുന്നത്. വിവരങ്ങളുമായി എസ് ശാലിനിയൊപ്പം ചേരുന്നു. ശാലിനി, ശംഖുമുഖം തീരം കടലെടുത്തു, അത് പലവട്ടമായി കോടികൾ അവിടെ ചെലവഴിച്ചു, പല വിധത്തിൽ അനാസ്ഥയുണ്ടായി. ഇതിപ്പോൾ ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപവും കടവും നാശത്തിന്റെ വക്കിലാകുന്നു. കൃഷ്ണരാജ്, അത് തന്നെയാണ്. കോടികൾ ചെലവഴിക്കുന്നു, അത് എവിടെ പോകുന്നു? കടൽ കൊണ്ടുപോവുകയാണോ എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കുന്ന ആറാട്ട് കടവിനും ആറാട്ട് മണ്ഡപത്തിനും സമീപത്താണ്. എനിക്ക് കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമുള്ള ആറാട്ട് മണ്ഡപമാണ്. ഇവിടെയാണ് അൽപ്പശി ഉത്സവവും ഒപ്പം തന്നെ പൈങ്കിരി ഉത്സവമുള്ള പ്രധാനപ്പെട്ട 2 പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഭഗവാന്റെ ആറാട്ട് നടക്കാനായി വിഗ്രഹങ്ങൾ കൊണ്ടുവരികയും ഇവിടെ ഇരിപ്പിടത്തിൽ പ്രത്യേകം തയ്യാറാക്കി ഇരിപ്പിടത്തിൽ ഇരുത്തുകയും പിന്നീട് തൊട്ട് അപ്പുറത്തായി കാണുന്ന ആറാട്ട് കടവിലേക്ക് എത്തിച്ച് ആറാട്ട് നടത്തി വലിയ ഘോഷയാത്രയായി വിമാനത്താവളത്തിനുള്ളിലൂടെ തിരിച്ച് ഈ ഒരു ആറാട്ട് ഘോഷയാത്ര കടന്നു പോകുന്നത്. വലിയ രീതിയിലുള്ള അലംഭാവം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. ഇവിടെ വെച്ച് CPMന്റെ ചില പരിപാടികളുമായി ബന്ധപ്പെട്ട് മാംസാഹാരം ഭക്ഷണം ചെയ്ത് അടക്കമുള്ള വാർത്തകൾ ജനം TV അന്ന് ബ്രേക്ക് ചെയ്തതാണ്. പിന്നീട് ആ ഒരു തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയതുമാണ്. പക്ഷേ അതിനൊക്കെ കാണിച്ച ആ ഒരു ഉന്മേഷം, ആ ഒരു ആഘോഷം അല്ലെങ്കിൽ ആഘോഷ കമ്മിറ്റിക്കാർ എന്തുകൊണ്ട് ഇതിന്റെ ഈ ഒരു കടവ് നാശത്തിന്റെ വക്കിൽ എത്തുമ്പോൾ അത് കാണുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ആറാട്ട് കടവിലേക്ക് പോവുകയാണെങ്കിൽ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 3 വിഗ്രഹങ്ങൾ ഇവിടേക്ക് എത്തിച്ച് ആറാട്ട് നടത്തേണ്ട ആറാട്ട് കടവ് പൂർണ്ണമായും ഇന്ന് കടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പിണറായി സർക്കാരിന്റെ 2ാം പിണറായി സർക്കാരിന്റെ 1ഉം 2ഉം 3ഉം ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന സമയത്തും 4ാം ബഡ്ജറ്റിലും തീരസംരക്ഷണത്തിനായി ഏകദേശം 5500 കോടിയിലധികം രൂപയാണ് സർക്കാർ വകയിരുത്തി മാറ്റിവെച്ചത്. പക്ഷേ
മാറ്റിവെച്ച തുക എവിടെ എന്നൊരു ചോദ്യമാണ് തലസ്ഥാന ജില്ലയിൽ. ഒരുപക്ഷെ ആ ഒരു ബജറ്റ് അവതരിപ്പിച്ച നിയമസഭയ്ക്കും സെക്രട്ടേറിയറ്റിൻ്റെയും ഒക്കെ അടുത്തുനിന്ന് ഏകദേശം 5-10 കിലോമീറ്ററിന് ഇപ്പുറം മാത്രം അകലമുള്ള ഈ ഭാഗത്ത് വന്നാൽ നമുക്ക് ചോദിക്കാനാവുക. സാധാരണ ജനങ്ങൾ, ഭക്തരടക്കമുള്ളവരും ചോദിക്കുന്നത് അതുതന്നെയാണ്. എവിടെ സർക്കാർ ഈ കാശൊക്കെ നിങ്ങൾ ചെലവാക്കിയത്? ഒരുപക്ഷെ ടൂറിസ്റ്റ് ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മേഖലയാണ് ശംഖുമുഖം. ആ ശംഖുമുഖത്തിൻ്റെ തീരസംരക്ഷണത്തിന് വേണ്ടി കോടികൾ ചെലവഴിച്ചു എന്നുള്ളതാണ് നഗരസഭ അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ന് വന്ന് ഒരു ഇരിപ്പിടത്തിൽ പോലും ശംഖുമുഖം തീരത്തിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കടലെടുത്തിരിക്കുന്ന സാഹചര്യം, കടൽ ഭിത്തി നിർമ്മിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ അടക്കമുള്ളവർ, BJPയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവർ ഇന്നലെ ഇവിടെ സന്ദർശനം നടത്തി ജനം TVയോട് പ്രതികരിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഇവിടെ പുലിമുട്ട് കൊണ്ടുവന്ന പുലിമുട്ട് നിർമ്മിച്ച് ഈ ഒരു തീരം സംരക്ഷിക്കണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, മുൻപൊക്കെ ആറാട്ട് നടക്കുന്ന സമയത്ത് ജനം TVയിലൂടെ അടക്കം തത്സമയം ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ്. ഇവിടെ നല്ല ഒരു ഭാഗമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ആളുകൾക്ക് ഈ വിഗ്രഹവുമായി കടലിലിറങ്ങി ആറാട്ട് നടത്തി സുഗമമായി തിരികെ കയറാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ മത്സ്യബന്ധന ബോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ കടലെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പൂർണ്ണമായും ഈ ഒരു മേഖല കടലിൻ്റെ കയ്യിലായി അല്ലെങ്കിൽ കടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നതിലും ഒരു പുലിമുട്ട് സംരക്ഷിച്ച് വെള്ളം അടിച്ചു കയറാതിരിക്കാനുള്ളൊരു സംരക്ഷണ ഭിത്തി ഇവിടെ വേണം എന്നൊരാവശ്യമാണ് ഉയരുന്നത്. ഈ 5500 കോടി രൂപയിലധികം രൂപ എവിടെ ചെലവഴിച്ചു എന്നുള്ളതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരള തീരത്തിൻ്റെ തീരസംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ബജറ്റിൽ അത്തരത്തിൽ ധനകാര്യ വകുപ്പ് തുക വിലയിരുത്തിയത്. പക്ഷേ ആ തുകയൊന്നും എങ്ങും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആറാട്ട് കടവ് ഒരുപക്ഷെ ഇനിയിപ്പോൾ ഉത്സവങ്ങൾ വരികയാണ്. അൽപ്പശി, പൈങ്കുനി ഉത്സവങ്ങളൊക്കെ ഇനി അടുത്ത നടക്കാനുണ്ട്. ആ സമയത്ത് എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്ന് ആറാട്ട് നടത്തുക എന്നൊരു ചോദ്യം കൂടി ഈ ഭക്തരടക്കമുള്ളവർ ചോദിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആറാട്ട് മണ്ഡപം ശോചനീയാവസ്ഥയിലേക്ക് പോകുന്നു. തൊട്ട് സമീപത്ത് തന്നെ ആറാട്ട് കടവും ശോചനീയമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ നിരവധി തവണ ഭക്തരടക്കമുള്ളവർ, പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതി അടക്കമുള്ളവർ കൃത്യമായ ഇടപെടൽ നടത്തണം, ഇത് സംരക്ഷിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ യാതൊരു രീതിയിലുള്ള ഇടപെടലും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കാലവർഷം തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു സങ്കടകരമായ കാഴ്ചയിലേക്ക് ഈ ഭാഗത്തെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇതൊരു ചെറിയ ഭാഗം മാത്രമാണ്. ശംഖുമുഖത്തിൻ്റെ എല്ലാ തീരത്തും ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ പോലും കടൽ കയറുന്ന സാഹചര്യം, റോഡ് ഗതാഗതം അടക്കം വഴിതിരിച്ചു വീഴേണ്ട സാഹചര്യത്തിലേക്ക് ഈ മേഖലയിലെ കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇനിയെങ്കിലും നഗരസഭയും സർക്കാരും കൺ തുറന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന കൽമണ്ഡപം അടക്കമുള്ള, നമുക്ക് പിന്നിലായി കാണുന്ന കൽമണ്ഡപം അടക്കമുള്ള കാഴ്ചകൾ ഒരുപക്ഷെ ഓർമ്മയിലേക്കും ദൃശ്യങ്ങളിലേക്കും മറ്റ് ചരിത്രത്തിലേക്കും മാത്രമായി അവശേഷിപ്പുകളായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ആശങ്കയുടെ നാളുകൾ കൂടിയാണ്. ഇനിയിപ്പോൾ ഉത്സവമൊക്കെ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി നഗരസഭ ചെയ്യാൻ പോവുക എന്നുള്ളതാണ്. കാരണം CPMന്റെ പാർട്ടി ഓഫീസുകൾക്കും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം കൽമണ്ഡപത്തെ ഉപയോഗിക്കുക, മറ്റേതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കുക എന്നുള്ള ഒരു മുടന്തൻ ന്യായമാണ് ഇക്കാര്യത്തിൽ സർക്കാരും ഇടതുപക്ഷവും തിരുവനന്തപുരം നഗരസഭയൊക്കെ സ്വീകരിക്കുന്ന ഒരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. BJP അടക്കമുള്ളവർ അതിൽ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. കൃഷ്ണരാജ്. ശരി, കടൽക്ഷോഭം രൂക്ഷമായതോടെ നാശത്തിൻ്റെ വക്കിൽ തിരുവനന്തപുരം ശംഖുമുഖം ആറാട്ടുകടവ്. കടൽ കയറുന്നു, പക്ഷേ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും നടത്തി ഈ കടൽ കയറുന്നത് തടയാൻ. അതൊക്കെ അശാസ്ത്രീയമായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം എല്ലാം കോടികളാണ് കടലെടുത്തു പോയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു S. ശാലിനി. കനത്ത മഴയത്തും ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. നിരവധി ഭക്തരാണ് അയ്യൻ്റെ ദർശന പുണ്യം തേടിയെത്തുന്നത്. മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി 19-ാം തീയതി നടയടയ്ക്കും. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നുണ്ട്. മനോജ്, ഈ കഴിഞ്ഞ ദിവസം പമ്പയിൽ സ്നാനത്തിനിറങ്ങുന്നവർക്ക്, ശബരിമലയിൽ തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. മഴയത്തും സന്നിധാനത്ത് തിരക്കെങ്ങനെ? സ്വാമി ശരണം. സന്നിധാനത്ത് ഈ കനത്ത മഴയിലും ഭക്തർ അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 23,000-ത്തിലധികം ഭക്തർ ശബരിമലയിലേക്ക് എത്തിയിരുന്നു. ഇന്നും അങ്ങനെ തന്നെ രാവിലെ മുതൽ തിരക്ക് തുടരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് മഴയ്ക്ക് ചെറിയ ശമനമുണ്ട്. വലിയ കനത്ത രീതിയിലൊന്നുമല്ല ഇപ്പോൾ മഴ പെയ്യുന്നത്. എന്തായാലും ഭക്തരൊക്കെ തന്നെ അങ്ങനെ അയ്യനെ ദർശിക്കുവാനായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ബലിക്കൽപുരയുടെ ഭാഗമാണ്. അതായത് 18-ാം പടി കയറി എത്തുമ്പോൾ കൊടിമരച്ചുവട്ടിലൂടെ ബലിക്കൽപുരയിൽ അരികിലേക്ക് എത്തിയാണ് നേരിട്ട് ദർശനം നടത്തുന്നത്.
അവിടെയാണ് ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായാണ് ഇത്തരത്തിലൊരു രീതി, അതായത് മുൻപിലൂടെയും അതോടൊപ്പം തന്നെ ഈ മേൽപ്പാലത്തിലൂടെയും എത്തി ദർശനം നടത്താമെന്നുള്ള ഒരു തീരുമാനമായത്. ഏതായാലും തിരക്കനുസരിച്ചാണ് അതൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ 18ാം പടി ചവിട്ടിയെത്തുന്ന ഭക്തർ, അതായത് രണ്ട് തരത്തിലും പോകുന്നുണ്ട്. മേൽപ്പാലത്തിലൂടെയും മുൻപിലൂടെയും കയറി എത്തി അയ്യനെ ദർശിച്ച ശേഷം അവിടെ നിന്നും പിന്നീട് മാളികപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഇവിടെ കുഞ്ഞ് മാളികപ്പുറങ്ങളൊക്കെ നമുക്ക് കാണാം. അവരൊക്കെ തന്നെ അങ്ങനെ അയ്യനെ ദർശിച്ച് കാത്ത് നിൽക്കുകയാണ്. അതായത് ഓരോ സ്ഥലത്തു നിന്നും വരുമ്പോൾ കുടുംബത്തോടൊപ്പം വരുന്നവരൊക്കെ ഉണ്ട്. അതായത് ഒരു സ്ഥലത്തു നിന്നും നിരവധി പേര്. എന്തായാലും ഇപ്പോൾ കുഞ്ഞു മാളികപ്പുറമാണ്. നമുക്ക് മണികണ്ഠ സ്വാമിയാണ് ഇവിടെ നിൽക്കുന്നത്. ദർശനം കഴിഞ്ഞോ? ഇല്ല, ദർശനം കണ്ടില്ല. ഇപ്പം പടികറിയുള്ളൂ. ദർശനത്തിനായി പോവുകയാണ്. ദർശനത്തിനായി പോവുക. എന്തായാലും കുഞ്ഞു മണികണ്ഠനാണ്. കാരണം ഇനി ദർശനത്തിനായി ഉള്ളിലേക്ക് പോവുകയാണ്. അവരൊക്കെ അങ്ങനെ എത്തി നിൽക്കുന്നു. അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ട്. ഈ മഴയൊക്കെ കഴിഞ്ഞ ദിവസം വലിയ തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടായെങ്കിലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം ദർശനത്തിനായി എത്തുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചവരെത്തുകയാണ്. പമ്പയിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം താൽക്കാലികമായൊരു നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മഴ ശക്തമാകുമ്പോൾ പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതിനനുസരിച്ച് പമ്പയിലേക്ക് കുളിക്കാനിറങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിടേക്ക് ഇറങ്ങുന്നത് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും അതോടൊപ്പം തന്നെ ഈ കാനനപാതയിലൂടെ എത്തുന്നവർ, അതായത് സാധാരണ പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ആ ശരണപാതയിൽ കൃത്യമായും ജാഗ്രത പാലിച്ച് വേണം എത്താനെന്നുള്ള കാര്യവും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തിരിച്ചിറങ്ങുന്നത് സ്വാമി അയ്യപ്പൻ റോഡ് വഴി ആയിരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതൊക്കെ തന്നെ അങ്ങനെ തുടർന്ന് വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം 23,000-ലധികം ഭക്തർ എത്തുന്നു എന്നുള്ളത്. അങ്ങനെ ഓരോ ദിവസവും ഈ മാസപൂജയ്ക്ക് എത്തുന്ന നിരവധി ഭക്തരുണ്ട്. അത് എല്ലാ മാസവും ദർശനത്തിനായി എത്തുന്ന ഭക്തരുണ്ട്. അത്തരത്തിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തർ അവരുടെ മനസ്സിൽ അയ്യനെ ദർശിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി അവരങ്ങ് മല ചവിട്ടി കയറുമ്പോൾ അവർക്ക് ഈ മഴയൊന്നും ഒരു തടസ്സമേ അല്ല എന്നുള്ളതാണ്. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ഭക്തർ രാവിലെ മുതൽ തന്നെ പുലർച്ചെ നട തുറന്ന ശേഷം നിർമ്മാല്യ ദർശനത്തിനായി നിരവധി ഭക്തരെത്തി. അതിനുശേഷം അഭിഷേകം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഉഷപൂജ അങ്ങനെയുള്ള പ്രത്യേക പൂജകൾ, അത് കഴിഞ്ഞ ദിവസം ഉദയാസ്തമന പൂജ ഉൾപ്പെടെ യഥാക്രമം തുടർന്ന് വരികയാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും ഈ 1-ാം തീയതി മുതൽ ഉള്ള ദിവസങ്ങളിൽ നട തുറക്കുമ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ മണ്ഡലകാലത്തും മാസപൂജയ്ക്കും എത്തുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 19-ാം തീയതിയാണ് ഈ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുക. ആ ഒരു ദിവസങ്ങളിലെ തിരക്ക് നമുക്കിനി കാണാൻ സാധിക്കും. എന്തായാലും ഇത് നട തുറന്ന് കഴിഞ്ഞ ദിവസം ആദ്യ ദിനം ഭക്തരെത്തിയിരുന്നു. ഇതിപ്പോൾ 2-ാം ദിനമാണ് ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്. കൃഷ്ണരാജ്, സന്നിധാനത്ത് ഭക്തജന തിരക്കുണ്ട്. മഴയുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് അയ്യനെ കാണാൻ നിരവധി ഭക്തരാണ് എത്തുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്. ശബരിമലയിൽ അരവണ വിതരണത്തിന് അത്യാധുനിക സംവിധാനം ഉടൻ സജ്ജമാകും. അരവണ പ്ലാന്റിൽ നിന്ന് മറ്റു കെട്ടിടങ്ങളിലേക്കും അവിടെ നിന്ന് വിതരണ കൗണ്ടറിലേക്കും എത്തിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കുക. കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. വിവരങ്ങളുമായി വീണ്ടും മനോജിലേക്ക്. മനോജ്, ഇതൊരു പുതിയ സംവിധാനമാണ്, അതൊന്ന് വിശദീകരിച്ചു പറയാമോ? കൃഷ്ണരാജ്, നിലവിലുള്ള ഈ അരവണ ഫാക്ടറി, ആ അരവണ പ്ലാന്റിൽ നിന്നും അരവണകൾ വേഗത്തിൽ ഈ കെട്ടിടങ്ങളിലേക്കും അതോടൊപ്പം തന്നെ വിതരണ കൗണ്ടറിലേക്കും എത്തിക്കുവാനുള്ള ഒരു സംവിധാനമാണ്. അതായത് 2-വേ കൺവെയർ ബെൽറ്റുകളാണ് സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അത് പ്രസിഡന്റ് തന്നെ, അതായത് ദേവസ്വം പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ ഓട്ടോമാറ്റിക് സംവിധാനമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികളും പരിമിതമാണ്. അതോടൊപ്പം തന്നെ സോളാറിലും വൈദ്യുതിയിലും പ്രവർത്തിക്കുന്ന ബെൽറ്റുകളാണ് സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡാണ് തീരുമാനം എടുത്തത്. പ്രാഥമികമായുള്ള അനുമതി ദേവസ്വം ബോർഡ് നൽകി. പിന്നീട് കോടതിയിലേക്ക് വച്ചേക്കുകയാണ്. കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ ഇത് കൃത്യമായും നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡ്
അംഗങ്ങൾ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വരും മാസങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം, അതായത് കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ഈ പ്രവർത്തനം ആരംഭിക്കും. ഇത് അരവണ ഉൽപ്പാദനത്തിൻ്റെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അതായത് 2 സംവിധാനങ്ങളെയും ഒന്നു ചേർത്തുകൊണ്ട് സാധാരണയായി ഈ അരവണ പ്ലാന്റിൽ നിന്നും മാളികപ്പുറത്തേക്കുള്ള 2 കെട്ടിടങ്ങളിലേക്കും അടക്കം ഈ അരവണകൾ എത്തിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവിടെ നിന്നുമാണ് ഈ വിതരണ കൗണ്ടറിലേക്ക് വീതിച്ച് നൽകുന്നത്. അതൊക്കെ തന്നെ ഇനി ഈ കൺവെയർ ബെൽറ്റ് വരുന്നതോടുകൂടി ഈ ബെൽറ്റിലൂടെയായിരിക്കും മറ്റ് തൂണുകളോ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഗീസോ ഒന്നുമില്ലാതെ ബുഷിൽ പ്രവർത്തിക്കുന്ന കൺവെയർ ബെൽറ്റുകളാണ് ഈ സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുള്ളത്. അത് ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള സംവിധാനം വരുന്നതെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു സംവിധാനം വരുന്നതോടുകൂടി തന്നെ ഈ അരവണ പ്ലാന്റിൽ നിന്നും ഗോഡൗണുകളിൽ നിന്നും വിതരണ കൗണ്ടറിലേക്കും വേഗം എത്തിക്കാൻ കഴിയും. ഇതോടൊപ്പം തന്നെ ഉൽപ്പാദനവും വർദ്ധിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച അനുമതിക്കായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് അനുമതി ലഭിക്കുമ്പോൾ തന്നെ ഈ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സാധാരണയായി ഈ അരവണ ശബരിമലയിൽ അരവണ വിതരണത്തിന് അത്യാധുനിക സംവിധാനം ഉടൻ സജ്ജമാകും എന്നാണ് ആ പ്രതികരണം. കേൾക്കാം. അപ്പോൾ അതൊരു 3.5 ലക്ഷത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ളൊരു കപ്പാസിറ്റി കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് 3-4 കോടി രൂപ ചിലവ് വരും. അത് കോടതിയുടെ അനുമതിക്കായി കൈമാറിയിട്ടുണ്ട്. ബോർഡിലത് തീരുമാനമായിട്ടുണ്ട്. ബോർഡിൽ തീരുമാനിച്ച് കോടതിയുടെ പെർമിഷന് വേണ്ടി കൈമാറിയിട്ടുണ്ട്. കാരണം 20 ലക്ഷം രൂപയുടെ അധികം വരുന്ന വർക്കുകൾക്കൊക്കെ കോടതിയുടെ പെർമിഷൻ വേണം. കോടതിയുടെ പെർമിഷന് വേണ്ടി കൈമാറിയിട്ടുണ്ട്. അനുമതി കിട്ടിയ ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനം ഉറപ്പായിട്ടും. കാരണം ഞങ്ങൾക്ക് ശരാശരി കഴിഞ്ഞ പ്രാവശ്യം 3.25 ലക്ഷം വേണ്ടി വന്നു. അപ്പോൾ അത് പ്രതിദിനം 3.25 ലക്ഷം 3.5 വരെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഈ ബഫർ സ്റ്റോക്കിൻ്റെ ഒരു ആവശ്യം വരില്ല. മറ്റത് നമ്മൾ 1 മാസം മുമ്പ് തന്നെ നമ്മുടെ ജീവനക്കാരെ കൊണ്ടുവന്ന് ബഫർ സ്റ്റോക്ക് ആക്കിയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം നന്നായി നമ്മൾ കൈകാര്യം ചെയ്തത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വന്നാൽ ഇത് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. നമുക്ക് 3.25 ലക്ഷം വന്നാൽ അടുത്ത വർഷം നന്നായി ആ സീസണിൽ നമുക്ക് പെർ ഡേ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഓരോ ദിവസവും ഉൽപ്പാദിപ്പിച്ച് ആളുകൾക്ക് ഭക്തജനങ്ങൾക്ക് സർവ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറാൻ പറ്റും. മനോജിലേക്ക് വീണ്ടും. മനോജ്, ദേവസ്വം പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് പ്രതിദിനം ഭക്തരിലേക്ക് എത്തിക്കേണ്ട അരവണ വിതരണത്തിൽ തടസ്സമുണ്ടാകില്ല. വളരെ വേഗത്തിൽ അത് എത്തിക്കാനാകും. അതായത് ഈ സംവിധാനം നടപ്പിലായാൽ അരവണ ക്ഷാമം ഉണ്ടാകില്ല എന്നോ? തീർച്ചയായും അതുതന്നെയാണ്. ഓരോ ദിവസവും അരവണ ഉത്പാദിപ്പിച്ചുകൊണ്ട് ആവശ്യമുള്ള ഭക്തരിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ മണ്ഡലകാലത്ത് ഉൾപ്പെടെ വിറ്റുപോയ അരവണയുടെ കണക്കൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഓരോ മാസവും അത്തരത്തിൽ അരവണ വിറ്റുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്ലാന്റിൽ നിന്നും എത്തിക്കുവാനുള്ള സംവിധാനം നേരത്തെയൊക്കെ ട്രാക്ടറുകളിലാണ് നടന്നുകൊണ്ടിരുന്നത്. അത് പലതരത്തിൽ അപകടങ്ങൾക്കും മുൻപ് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിൻ്റെ മാത്രം ട്രാക്ടറുകളല്ല, സ്വകാര്യ ട്രാക്ടറുകൾ ഉൾപ്പെടെ എത്തിച്ചാണ് ഈ അരവണ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിൽ മാറ്റം വരാൻ പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അത്യാധുനിക സംവിധാനം വരുമ്പോൾ അതിൽ വേഗതയുണ്ടാകും. അതോടൊപ്പം തന്നെ ഉത്പാദന ശേഷി, അതായത് ഓരോ ദിവസവും ഉത്പാദിപ്പിക്കുമ്പോൾ ആ ഒരു കപ്പാസിറ്റി വർദ്ധിക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള അനുമതിക്കായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ 2-വേ കൺവെയർ സിസ്റ്റം, അതായത് കൊണ്ടുവരുന്നതിനും മറ്റ് കെട്ടിടങ്ങളിലേക്ക് പോകുന്നതിനുമുള്ള കൺവെയർ ബെൽറ്റുകൾ സ്ഥാപിക്കാനാണ് നിലവിൽ ബോർഡ് തീരുമാനമെടുത്തിട്ടുള്ളത്. ശരി. ശബരിമലയിൽ അരവണ വിതരണത്തിന് പുതിയ സംവിധാനം കൊണ്ടുവരാൻ ദേവസ്വം ബോർഡിന്റെ ശ്രമം. കോടതിയുടെ അനുമതി കിട്ടിയാൽ അത് നടപ്പിലാക്കുമെന്നാണ് ദേവസ്വം പ്രസിഡന്റ് ജനം ടിവിയോട് പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ തറക്കല്ലിടൽ അടുത്ത മാസം നടക്കും. മുഖ്യമന്ത്രി അധ്യക്ഷനായ വന്യജീവി ബോർഡ് യോഗത്തിൽ പദ്ധതിക്ക് അനുമതി ലഭിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. സംസ്ഥാന അനുമതിക്ക് പുറമെ കേന്ദ്ര അനുമതി കൂടി ലഭിച്ചാൽ മാത്രമേ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂ. ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ പ്രധാനമായും 2 കടമ്പയാണ് ദേവസ്വം ബോർഡിനുള്ളത്. ഒന്ന്, ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലുള്ള വന്യജീവി ബോർഡ് പദ്ധതിക്ക് അനുമതി നൽകുക, തുടർന്ന് കേന്ദ്ര അനുമതി ലഭിക്കുക. കഴിഞ്ഞ 2 തവണ വന്യജീവി ബോർഡ് യോഗം ചേർന്നപ്പോഴും റോപ്പ് വേ വിഷയം അജണ്ടയിലുണ്ടായിരുന്നു. പക്ഷേ പരിഗണിച്ചില്ല. കാരണമെന്തെന്ന് വ്യക്തവുമല്ല. ഇനി എല്ലാ പ്രതീക്ഷയും ബുധനാഴ്ച ചേരുന്ന യോഗത്തിലാണ്. നിലവിലത് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
പരിവേഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രിയുടെ സാങ്കേതികമായ വിഷയം മാത്രമാണ്. ഒരു വെൽഫെയർ ബോർഡ്, ആ ബോർഡിലൊന്ന് പാസ്സാക്കി കേന്ദ്രത്തിലേക്ക്, വനം പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് കൈമാറണം. അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. എന്തായാലും അടുത്ത മാസത്തോടുകൂടി തന്നെ നമുക്ക് തറക്കല്ലിടാൻ പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മാർച്ചോടുകൂടി റോപ്വേ പദ്ധതി തറക്കല്ലിടുമെന്നായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത്. പക്ഷേ അതിന് ഇടയിലാണ് വന്യജീവി ബോർഡ് അനുമതി വൈകിപ്പിച്ചത്. അനുമതി ലഭിച്ചാൽ മഴക്കാലവും മണ്ഡലകാലവും ഒഴികെ 24 മാസം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാമെന്നാണ് കരുതുന്നത്. ജനം, കൊച്ചി. തിരുവനന്തപുരം ശ്രീചിത്രയിൽ മേജർ ശസ്ത്രക്രിയകൾ മുടങ്ങിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ട് അതിന് പരിഹാരമുണ്ടാക്കി. ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുകയാണ്. അമൃത് ഫാർമസിയുമായി കരാർ ഉറപ്പിച്ചതോടെ ഉപകരണങ്ങൾ എത്തിച്ചു. സാങ്കേതികമായി പ്രശ്നം പരിഹരിച്ച് ഉപകരണങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തി ശസ്ത്രക്രിയകൾ നടത്തും. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപര്യാപ്തതയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടിയന്തരമായി നടത്തിയ ഇടപെടലാണ് ഇന്നു മുതൽ മേജർ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുന്നത്. അമൃത് ഫാർമസിയുമായി കരാറിലേർപ്പെട്ട ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ലഭ്യത കുറവുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉടൻ ശ്രീചിത്രയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പൂർണ്ണമായും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ വാങ്ങാനും തീരുമാനമായി. സുരേഷ് ഗോപി ശ്രീചിത്രയിലെ നിലവിലെ അവസ്ഥ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഇന്നു മുതൽ അമൃത് ഫാർമസിയിൽ നിന്നും മരുന്നുകളും ഉപകരണങ്ങളും നൽകി തുടങ്ങും. എയിംസ് ഉൾപ്പെടെ അമൃത് ഫാർമസിയിൽ നിന്നും ആവശ്യമുള്ള മരുന്നുകളും ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നുണ്ടെന്നും അതേ രീതിയിൽ ശ്രീചിത്രയിലെ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം നൽകാനും അമൃത് ഫാർമസിയുമായി ശ്രീചിത്ര ധാരണാപത്രത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങൾക്ക് 2023 ശേഷം ടെൻഡർ നൽകാത്തതാണ് ശ്രീചിത്രയിലെ ശസ്ത്രക്രിയകൾ മുടങ്ങാൻ കാരണമായത്. തലച്ചോറിലെ ഹാമൻജോമ ട്യൂമർ, തലയിലെ രക്തക്കുഴലുകൾ വീർക്കുന്ന രോഗമായ അന്യൂറിസം, പിത്താശയ ക്യാൻസർ, കരളിലെ ക്യാൻസറിനെ തുടർന്നുള്ള രക്തഛർദി എന്നിവ സംബന്ധിച്ചുള്ള രോഗികൾക്കുള്ള ശസ്ത്രക്രിയകളായിരുന്നു മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരത്തെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം ആശുപത്രിക്കുള്ളിലേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നിലവിലെ കേന്ദ്രം പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ആശുപത്രിക്കുള്ളിൽ തന്നെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് ചികിത്സ തേടിയെത്തുന്നവർക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. ബീച്ച് ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗത്തിനടുത്ത് വേസ്റ്റ് റിഫോമിംഗ് ബിൽഡിംഗിലാണ് ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കേന്ദ്രത്തിന്റെ പരിസരം ലഹരി ഉപയോഗിക്കുന്നവരുടെ താവളമായി മാറുന്നതായി ആരോപണമുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം അടക്കം ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ടിനും ജില്ലാ കളക്ടർക്കുമടക്കം പരാതികൾ ലഭിച്ചിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം ഇവിടെ നിന്ന് മാറ്റാൻ അധികൃതർ തീരുമാനിച്ചത്. എന്നാൽ പ്രവർത്തനം ആശുപത്രിക്കുള്ളിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് പൗരാവകാശ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. ലഹരി വിമുക്തി തേടിയെത്തുന്നവർക്ക് എങ്കിൽ മാത്രമേ മതിയായ ചികിത്സ ലഭിക്കുകയുള്ളൂ എന്നും ഭാരവാഹികൾ പറയുന്നു. സംസ്ഥാനത്ത് ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന 9 ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും ഇവർ പറയുന്നു. കേരളത്തിൽ തന്നെ 11 സ്ഥലങ്ങളിൽ 9 സ്ഥലങ്ങളിലും ഇത് സർക്കാർ ആശുപത്രിയുടെ അകത്താണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും ഈ ഒരു കേന്ദ്രത്തെ പുറത്താക്കിയാലും അവിടെ ഉണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങൾ ഒരിക്കലും മാറുന്നതല്ല. അതുകൊണ്ട് തന്നെ മറ്റ് കേന്ദ്രങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഈ OST ഈ വിമുക്ത ചികിത്സാ കേന്ദ്രത്തെ ആശുപത്രിയുടെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് മറ്റ് ഇടങ്ങളിൽ പോലെ തന്നെ സുരക്ഷാ സംവിധാനം ഒരുക്കി വളരെ സുഗമമായ രീതിയിൽ ഇത് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന തരത്തിൽ OP വിഭാഗം മാതൃകയിൽ ആശുപത്രിക്കുള്ളിൽ സജ്ജീകരണം ഒരുക്കണമെന്നാണ് ആവശ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന 11 OST വിമുക്ത ചികിത്സാ കേന്ദ്രങ്ങളിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമാണ് സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ചികിത്സാ കേന്ദ്രം പുറത്ത് പ്രവർത്തിക്കുന്നത്. ആവശ്യവുമായി ആരോഗ്യമന്ത്രിക്കടക്കം നിവേദനം നൽകിക്കഴിഞ്ഞു. ജനം, കോഴിക്കോട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ ഒന്നാമത്തേതാണ് തിരുവോണം ആരാധന. അവിടെ തിരുവോണം ആരാധന നടന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ നിരവധി പേരാണ് വൈശാഖ മഹോത്സവത്തിന് എത്തുന്നത്. വൻ ഭക്തജനത്തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെടുന്നത്.
ഉഷപൂജയ്ക്ക് ശേഷമാണ് തിരുവോണം ആരാധനാപൂജ നടന്നത്. തിരുവോണ ആരാധനാ ദിവസം മുതൽ ശീവേലിക്ക് വിശേഷവാദ്യങ്ങളും ആരംഭിച്ചു. പൊന്നിൻ ശീവേലിയാണ് ഈ കാലയളവിൽ നടക്കുന്നത്. ആരാധനാ ദിവസങ്ങളുടെ തുടക്കത്തിന്റെ ഭാഗമായുള്ള തിരുവോണം ആരാധനാ ദിവസം സ്വർണ്ണക്കുടം, വെള്ളിക്കുടം, വെള്ളിവിളക്ക്, വെള്ളിക്കിടാരം, വെള്ളിത്തട്ട് തുടങ്ങി വിശിഷ്ട പൂജാപാത്രങ്ങൾ മാത്രമാണ് ശീവേലിക്ക് അകമ്പടിയായി ഉണ്ടായത്. പഞ്ചഗവ്യവും കോവിലകത്തുനിന്ന് കൊണ്ടുവന്ന വസ്തുക്കളും ഉപയോഗിച്ച് കളഭം തയ്യാറാക്കി അഭിഷേകവും നടന്നു. അതേസമയം വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ഓരോ ദിവസവും കൊട്ടിയൂരിൽ ഭക്തജനത്തിരക്ക് ഏറുകയാണ്. ഭക്തജനങ്ങളെക്കൊണ്ട് തിരുവഞ്ചിറ നിറഞ്ഞപ്പോൾ കിഴക്കേ നടയിൽ മന്തഞ്ചേരി പാലം വരെയും പടിഞ്ഞാറേ നടയിൽ നടക്കുന്നിപ്പാലം വരെയും ദർശനത്തിലുള്ള ക്യൂ നീളുന്നുണ്ട്. ജനം, കൊട്ടിയൂർ. 4 ദിവസം കഴിഞ്ഞാൽ അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. കേരളത്തിന് ഇതുവരെ യോഗയിൽ ഒരു ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിട്ടില്ല. ആ റെക്കോർഡ് കേരളത്തിലെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയായ 8ാം ക്ലാസ്സുകാരി ഉമ. കേരളത്തിന്റെ ഗിന്നസ് പ്രതീക്ഷ കൂടിയാണ് ഈ കൊച്ചുമിടുക്കി. യോഗയിൽ അഗ്രഗണ്യാണ് ഈ 8ാം ക്ലാസ്സുകാരി. ചെയ്യുന്ന ഓരോ ആസനങ്ങളും അത്ഭുതത്തോടെയല്ലാതെ നോക്കി നിൽക്കാൻ കഴിയില്ല. ഇതുമ. പ്രായം വെറും 12 വയസ്സ്. പ്രായത്തെ വെല്ലുന്നതാണ് ഉമയുടെ യോഗാഭ്യാസ പ്രകടനങ്ങൾ. മൂന്ന് വയസ്സ് മുതൽ യോഗ അഭ്യസിക്കാൻ തുടങ്ങിയതാണ് ഉമ. അസാധ്യമെന്ന് തോന്നുന്ന പല യോഗാസനങ്ങളും സ്വായത്തമാക്കി കഴിഞ്ഞു ഈ കൊച്ചുമിടുക്കി. യോഗാധ്യാപകൻ കൂടിയായ അച്ഛനാണ് യോഗയിലെ ഉമയുടെ ഗുരു. ഒരു 8 വർഷത്തോളമായിട്ട് ഇപ്പം ഗൗരവതരമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാഥമികമായ ഒരു 10-24 ആസനങ്ങളാണ് നമ്മൾ പഠിക്കുക. ഉമ ഇപ്പം 6th ലെവലിലാണ് ഉമ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആസനങ്ങൾ നാഷണൽ ലെവലിൽ ചാമ്പ്യൻഷിപ്പുകളിലൊക്കെയുള്ള അഡ്വാൻസ് ആസനങ്ങളാണ്. പഠനത്തിലും മറ്റ് കായിക വിനോദത്തിലുമെല്ലാം മുൻപന്തിയിലാണ് ഉമ. അതിന് ഉമയെ ഏറെ സഹായിക്കുന്നതാകട്ടെ യോഗയും. ദ്വിപാദ കോകിലാസനം, പ്രജക്താസനം തുടങ്ങി പല യോഗാസനങ്ങളും ഇതുപോലെ കൃത്യതയോടെ ചെയ്യണമെങ്കിൽ ദിവസേനയുള്ള പരിശീലനവും ആവശ്യമാണ്. വർഷങ്ങളുടെ പരിശീലനമുണ്ടെങ്കിൽ മാത്രമേ ഇത്ര കൃത്യതയോടെ യോഗാസനങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ഇനിയുള്ള ഉമയുടെ ലക്ഷ്യം യോഗയിൽ ഗിന്നസ് റെക്കോർഡ് നേടുക എന്നതാണ്. അതിനുള്ള കഠിന പരിശ്രമത്തിലാണ് ഉമയും കുടുംബവും. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പം സാധിക്കാൻ പോവാണ്. അതേപോലെ തന്നെ ഒളിമ്പിക്സ്, ഇപ്പം യോഗയിൽ ഒളിമ്പിക്സ് ഇല്ല. അത് ഇനി വരുന്ന വർഷങ്ങളിൽ ഒളിമ്പിക്സ് കേന്ദ്ര ഗവൺമെൻറ് യോഗയിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ ഇന്ത്യൻ്റെ ആയിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. യോഗാ ദിനത്തിലായിരിക്കും ഗിന്നസ് റെക്കോർഡിനായുള്ള ഉമയുടെ പ്രകടനം നടക്കുക. ഉമ കേരളത്തിന്റെ ഒന്നാകെയുള്ള പ്രതീക്ഷ കൂടിയാണ്. കേരളത്തിലെ ആദ്യത്തെ യോഗയിലെ ഗിന്നസ് പ്രതീക്ഷയാണ് ഉമ ജിജു. കോഴിക്കോട് കടപ്പുറത്തു നിന്നും ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനഘ ഹസൻ, ജനം. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുള്ള നാച്ചുറോപ്പതി യോഗ ഡോക്ടർമാരുടെ സംഘടനയായ ഇന്ത്യൻ നാച്ചുറോപ്പതി ആൻഡ് യോഗ ഗ്രാജുവേറ്റ്സ് മെഡിക്കൽ അസോസിയേഷൻ പരുന്തുംപാറയിൽ ഹരിത് യോഗ ട്രക്കിംഗ് സംഘടിപ്പിച്ചു. ജൂൺ 21 ആചരിക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണ മൂല്യങ്ങൾ യോഗയുമായി കൂട്ടിയിണക്കാനായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് ഹരിത് യോഗ. കേരളത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നുമായി 100ഓളം നാച്ചുറോപ്പതി ഡോക്ടർമാർ പരിപാടിയിൽ പങ്കെടുത്തു. ഹരിത് യോഗ ട്രക്കിങ്ങിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി മുൻ ഡയറക്ടർ ഡോക്ടർ ബാബു ജോസഫ്, ഇനിഗ്മ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് കർത്ത, ജനറൽ സെക്രട്ടറി ഡോക്ടർ ആൻസ്മോൾ ജോസഫ്, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സിജിത്ത്, ഡോക്ടർ പ്രദീപ് ദാമോദരൻ എന്നിവർ നേതൃത്വം നൽകി. ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേൽ. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് മേധാവി ഉൾപ്പെടെ 3 പേരെ ഇസ്രയേൽ വധിച്ചെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിൽ 406 പേർ മരിച്ചെന്നാണ് വിവരം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്തു തുടങ്ങി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും പുതിയതുമായ വാർത്ത
ഡൊണാൾഡ് ട്രംപിനെ വധിക്കുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണമാണ്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രതികരണം ഇന്നലെ രാത്രിയോടെയാണ് ഇത്തരം ഒരു പ്രതികരണം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം ഇറാനുണ്ട് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലായി അദ്ദേഹം പറയുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഫോഴ്സിനും അതുപോലെ തന്നെ ഇസ്ലാമിക സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ആ രാഷ്ട്രീയ നേതൃത്വത്തിനും ട്രംപ് ഒരു കണ്ണിലെ കരടായിട്ട് കാലങ്ങളായി അദ്ദേഹത്തെ കൊന്നുകളയുക എന്ന ഒരു കൃത്യമായ ഒരു നീക്കം ഇവർക്കുണ്ട് എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തത്. വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന, അതുപോലെ തന്നെ ഈ ഇറാന്റെ യുറേനിയം എൻറിച്ച്മെന്റിനൊക്കെ എതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. സ്വാഭാവികമായും ഡൊണാൾഡ് ട്രംപിനെ അതിശക്തമായി എതിർക്കാനുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നാണ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ട്. ഈ യുറേനിയം ബോംബുകൾ ഉണ്ടാക്കുന്ന, യുറേനിയം എൻറിച്ച് ചെയ്ത് ബോംബുകൾ സൃഷ്ടിക്കുന്നതിനുള്ള നീക്കങ്ങളെ എതിർക്കുകയും തടയുകയും ചെയ്യാനുള്ള നീക്കം വളരെ കൃത്യമായി നടത്തിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു സൂക്ഷ്മ നീക്കത്തിന് ഇറാൻ തുനിയുന്നത് എന്നും ആണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെ ചില ഇന്റലിജൻസ് വിവരങ്ങൾ ഇത് സമാനമായി ലഭ്യമായിട്ടുണ്ട് എന്ന സൂചനയും അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെയായാലും വലിയ തോതിലുള്ള ആക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ സൈനികമായ പിന്തുണ ഇസ്രായേലിന് നൽകേണ്ടതില്ല എന്ന് അമേരിക്ക നിലപാടെടുക്കുകയും ചെയ്ത സാഹചര്യത്തിന് പിന്നാലെയാണ് ഈ വസ്തുതാപരമായ ഒരു വെളിപ്പെടുത്തൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതും ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടതാണ്. ഇതിനു പുറമെയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് സ്പോർട്സ് കോർപ്സിന്റെ നിരവധിയായ നേതാക്കന്മാരെ കൊന്നൊടുക്കിയ വിവരങ്ങളും പുറത്തു വരുന്നത്. ഇപ്പോൾ തന്നെ പുറത്തു വരുന്നതനുസരിച്ച് ഇന്റലിജൻസ് മേധാവിയും അതുപോലെ തന്നെ മറ്റു അനുബന്ധ സംവിധാനങ്ങളുടെ മേധാവികളുമായ 3 പേരെ കൊലപ്പെടുത്തിയെന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു ആക്രമണമാണ് ഇത്തരത്തിലുണ്ടായത് എന്നും ആ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഖാസിമി, അതായത് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ഖാസിമി, ഹസൻ മൊഹാക്കിക് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. എന്നീ 2 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന വിവരവും മറ്റൊരാൾ കൂടി കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ഇന്റലിജൻസ് ഓഫീസറായ മൊഹസൻ ബഖേരിയും കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ഇവരുടെ എല്ലാം തന്നെ മരണം സംഭവിച്ചത് ടെഹ്റാനിൽ നടന്ന അതിശക്തമായ ആക്രമണത്തിന് പിന്നാലെയാണെന്നും കൃത്യമായ സൂചനകൾ പുറത്തു വരികയും അത് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ ഒരു ആക്രമണം ഇറാനെതിരെ ഇസ്രായേൽ തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 400-ലേറെ പേർ കൊല്ലപ്പെടുകയും വൻതോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം തന്നെ, അതായത് കെട്ടിടങ്ങളും അനുബന്ധ സംവിധാനങ്ങളും എല്ലാം തകരുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇറാനെ വലിയൊരു തിരിച്ചടി തന്നെ ലഭ്യമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആണവായുധ ശേഖരം തയ്യാറാക്കാൻ സജ്ജമാക്കിയ ആണവ കേന്ദ്രം വരെ അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സങ്കീർണമായ ഒരു പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു സുപ്രധാന ആണവ കേന്ദ്രം, ആയുധവൽക്കരിച്ച ആണവ സംവിധാനങ്ങൾ സൂക്ഷിച്ച കേന്ദ്രം തന്നെ ആക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇന്നലെ നമുക്ക് നൽകാനായിരുന്ന ഏറ്റവും പുതിയ വാർത്തയായി നൽകിയിരുന്നത്. അതിന്റെ പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ വിശദാംശങ്ങൾ പുറത്തു വരികയും ഈ ആണവ യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ പൂർണ്ണമായും തടയുകയും ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വൻതോതിൽ തിരിച്ചടി നേരിടുന്ന ഇറാൻ സ്വാഭാവികമായും ഇസ്രായേലിനെ ആക്രമിക്കാൻ തുനിയുകയാണ്. പല രീതിയിലുള്ള ആക്രമണത്തിനുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ഒരുക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ യമനിലെ ഹൂതി വിമത കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയതെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണരാജ്. ശരി, ഇറാനു നേരെ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. പുതിയ വിവരങ്ങളാണ് ഐസൻ നൽകിയത്. സെൻസസിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. 2027 മാർച്ച് 1 സെൻസസ് നടപടികൾ ആരംഭിക്കും. 16ാമത് സെൻസസിനുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ വിലയിരുത്തിയിരുന്നു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, പറയൂ. കൃഷ്ണജി, ഇന്നിപ്പോൾ ഈ 16 പോകുന്ന സെൻസസിന്റെ വിജ്ഞാപനം ഇറങ്ങാൻ പോവുകയാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ സെൻസസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ വിളിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ ഓർഡർ ഇറങ്ങുന്നത്. എന്തായാലും 2027 മാർച്ച് മാസം 1 മുതലാണ് ഈ സെൻസസ് നടപടികൾ ആരംഭിക്കുന്നത്. എന്നാൽ മഞ്ഞുവീഴ്ച ശക്തമാകുന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച്
ജമ്മു കാശ്മീരിന്റെയും ഉത്തരാഖണ്ഡിന്റെയും ചില പ്രദേശങ്ങൾ, അതുപോലെ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ഷിംല അടങ്ങുന്ന ഭാഗങ്ങൾ, അത്തരം മഞ്ഞുവീഴ്ച വളരെ രൂക്ഷമാകുന്ന സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം അവസാനത്തോടുകൂടി ഒക്ടോബർ മാസത്തോടുകൂടി തന്നെ സെൻസസ് നടപടികൾ തുടങ്ങും. മറ്റ് സംസ്ഥാനങ്ങളിലാണ് 2027 മാർച്ചിൽ തുടങ്ങുന്ന രീതിയിൽ സെൻസസ് നടക്കുക. നമുക്കറിയാം ഈ തവണ ജാതി സെൻസസ് കൂടി ഉൾപ്പെടുത്തുകയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് അവസാനമായി നമ്മുടെ രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കിയത്. എന്നാൽ ഈ തവണ നരേന്ദ്രമോദി സർക്കാർ ജാതി സെൻസസ് കൂടി നടപ്പാക്കുന്നുവെന്ന സവിശേഷതയുമുണ്ട്. കൃഷ്ണരാജ്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. സെൻസസിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ഇന്ന് കാനഡയിലെത്തും. ഇറാൻ ഇസ്രയേൽ യുദ്ധം യോഗത്തിൽ ചർച്ചയാകും. ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. നയതന്ത്ര ഉലച്ചിലിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ കാനഡ സന്ദർശനമാണിത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ വീണ്ടും ചേരുന്നു. ഗൗതം, G7 ഉച്ചകോടിയിൽ ഭാരതത്തിൻ്റെ സാന്നിധ്യം അത് എത്ര കണ്ട് നിർണായകമാണ് ഈ പുതിയ ലോകരാഷ്ട്രീയ സാഹചര്യത്തിൽ? കൃഷ്ണരാജ്, വളരെ സുപ്രധാനമായ G7 ഉച്ചകോടിയാണ് ഇന്നും നാളെയുമായി കാനഡയിൽ നടക്കുന്നത്. ഇതിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ കാനഡയിലേക്ക് എത്തുന്നത്. അദ്ദേഹം വിവിധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രധാനമന്ത്രി കാണും. ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അതിരൂക്ഷമായ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ G7 ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകുന്നത്. അതിനാൽ പ്രധാനമായും ഈ യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ പര്യടനമാണ്. അതിനാൽ തന്നെ നയതന്ത്ര തലത്തിൽ ഭാരതവുമായി നല്ല ബന്ധമുള്ള രാഷ്ട്രത്തലവന്മാരെ ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ചുള്ള ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയും അവരെ കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്നലെ എക്സിൽ കുറിച്ചിരുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ കാനഡ സന്ദർശനത്തിനും ചില പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, നിലവിൽ നയതന്ത്ര ബന്ധം ഭാരതത്തിനും കാനഡയ്ക്കും ഇടയിൽ മോശമായി നിൽക്കുകയാണ്. ഹർദീപ് സിംഗ് നിജർ എന്ന ഖാലിസ്ഥാൻ ഭീകരനെ അജ്ഞാതർ കാനഡയിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ നയതന്ത്ര ബന്ധം വളരെ രൂക്ഷമായത്. പിന്നീട് ഭാരതവും ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷമുള്ള പ്രധാനമന്ത്രിയുടെ കനേഡിയൻ സന്ദർശനം എന്ന പ്രത്യേകത കൂടിയുണ്ട്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ഇന്ന് കാനഡയിൽ എത്തും. അവിടെ ഇറാൻ ഇസ്രായേൽ യുദ്ധമൊക്കെ ചർച്ചയാകും. ട്രംപ് അടക്കമുള്ള നേതാക്കളുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും എന്നാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. സംസ്ഥാനത്തെ പുനഃക്രമീകരിച്ച സ്കൂൾ സമയമാറ്റം ഇന്നു മുതൽ 8 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ പഠന സമയം ഇന്നു മുതൽ അരമണിക്കൂർ വർദ്ധിക്കും. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റുമാണ് സമയവർദ്ധനവ്. സമസ്തയുടെ എതിർപ്പ് നിലനിൽക്കുന്നതിനിടെയാണ് സമയമാറ്റം. സംസ്ഥാനത്തെ പുനഃക്രമീകരിച്ച സ്കൂൾ സമയമാറ്റം ഇന്നു മുതൽ നിലവിൽ വരികയാണ്. 8 മുതൽ 10 വരെ ക്ലാസുകളിലെ പഠന സമയം ഇന്നു മുതൽ അരമണിക്കൂർ വർദ്ധിക്കും. രാവിലെ 9:45 മുതൽ 4:15 വരെയാണ് പുതിയ സമയക്രമം. ഇതനുസരിച്ച് ക്ലാസുകളുടെ സമയവും ക്രമീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ അധ്യയന സമയം 1100 മണിക്കൂർ ആക്കുക എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം. ഇതിനായി തയ്യാറാക്കിയ പുനഃക്രമീകരിച്ച സമയക്രമം അംഗീകരിച്ച് കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത്. പ്രതിദിനം അരമണിക്കൂർ വീതമാണ് സ്കൂൾ പ്രവൃത്തി സമയം വർദ്ധിക്കുക. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റുമായാണ് സമയവർദ്ധനവ്. സമസ്തയുടെ എതിർപ്പ് നിലനിൽക്കുന്നതിനിടെയാണ് സമയമാറ്റം നടപ്പിലാക്കുന്നത്. സമസ്ത മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. എന്നാൽ തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. അതേസമയം ഒരു മതവിഭാഗത്തിന് മാത്രമായി വെള്ളിയാഴ്ച അധിക സമയ പഠനം ഒഴിവാക്കിയതിലും വിമർശനം ശക്തമാണ്. ജനം, തിരുവനന്തപുരം. വിവാദ ഫോൺ വിളിയിൽ CPI നേതാക്കൾക്കെതിരെ നടപടി സാധ്യത. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനുമെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. ഈ മാസം 24-ന് തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന കൗൺസിലിൽ വിഷയം ചർച്ചയാകും. നടപടി താക്കീതിൽ ഒതുക്കണമെന്ന അഭിപ്രായമാണ് ചില നേതാക്കൾക്ക്. പുറത്തുവന്ന സംഭാഷണത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിലാണ് നേതാക്കൾ സംസാരിച്ചത്.
ഏറെ നാളായി വിവാദങ്ങളും തർക്കങ്ങളും വിഭാഗീയതയും വിടാതെ പിന്തുടരുന്ന CPI എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് പുതിയ തലവേദനയായിരുന്നു ജില്ലാ സെക്രട്ടറി തന്നെ ഉൾപ്പെട്ട ഫോൺ സംഭാഷണം. ബിനോയ് വിശ്വത്തിന് പകരം പുതിയ സംസ്ഥാന സെക്രട്ടറി വരണമെന്നും ബിനോയ് നാണം കെട്ട് ഇറങ്ങിപ്പോകുമെന്നുമാണ് കമലാ സദാനന്ദനും KM ദിനകരനും സംഭാഷണത്തിൽ പറയുന്നത്. ഫോൺ കട്ട് ചെയ്തതായി കരുതി പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുകയായിരുന്നു. അയാൾ പുണ്യവാളനാകാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവർ എന്തായാലും കുഴപ്പമില്ലെന്നും സംഭാഷണത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം CPI എറണാകുളം മണ്ഡലം സമ്മേളനത്തിൽ ഒരേ വേദി പങ്കിട്ട ബിനോയ് വിശ്വവും കമലാ സദാനന്ദനും KM ദിനകരനും പുറമേക്ക് സൗഹൃദം പങ്കിട്ടെങ്കിലും തനിക്കെതിരായ പരാമർശങ്ങളിൽ ബിനോയ് വിശ്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ബിനോയ് വിശ്വത്തെ പിന്തുണയ്ക്കുന്ന നേതാക്കളും ഇത്തരം പ്രവണതകൾ വെച്ചു പൊറിപ്പിക്കരുതെന്ന നിലപാടിലാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് ചേരാത്ത പ്രവണതകൾ ഒഴിവാക്കണമെന്ന് ബിനോയ് വിശ്വം എറണാകുളത്ത് പ്രസംഗിച്ചതും ഫോൺ സംഭാഷണത്തിൽ ഉൾപ്പെട്ട നേതാക്കളെ സാക്ഷിയാക്കിയാണ്. നേതാക്കൾക്കെതിരെ നടപടിയെടുത്താലും CPIയിലെ പ്രശ്നങ്ങൾ രൂക്ഷമായി തന്നെ നിലനിൽക്കും. ജനം, കൊച്ചി. നിലമ്പൂരിൽ ആവേശ പോരാട്ടം. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ മാത്രം. പ്രചാരണം ശക്തമാക്കുകയാണ് പ്രധാന മുന്നണികൾ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. ജൂൺ 19 ആണ് വോട്ടെടുപ്പ്. നാളെ പരസ്യപ്രചാരണം അവസാനിക്കും. വിവരങ്ങളുമായി ശിവദാസ് കന്മന ഒപ്പം ചേരുന്നു. ശിവദാസ്, അവസാന ലാപ്പിൽ അങ്കലാപ്പ് ആർക്ക്? മൂന്ന് നാൾ അപ്പുറം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. പ്രചാരണം അവസാന ലാപ്പിലാണ്. മുന്നണികളെല്ലാം അവസാന അടവ് പുറത്തെടുക്കുന്നു. ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, പ്രചാരണം അവസാന ലാപ്പിലാണ്. കൂടുതൽ അങ്കലാപ്പാർക്കാണ്? കൃഷ്ണരാജ, നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. നാളെയാണ് കൊട്ടിക്കലാശം. 19-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാനവട്ട പ്രചാരണത്തിലാണ് എല്ലാ പ്രധാനപ്പെട്ട മുന്നണികളും സ്ഥാനാർത്ഥികളും നേതാക്കളും എല്ലാം തന്നെ. പ്രധാന മുന്നണികളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിൽ തമ്പടിച്ചിട്ടുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. റോഡ് ഷോ അടക്കമുള്ള വ്യത്യസ്ത പരിപാടികളുമായാണ് പ്രചാരണ രംഗത്ത് ഇത്തരം മുന്നണികളെല്ലാം തന്നെ സജീവമാകുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ പൊതുപരിപാടികൾക്ക് വലിയൊരു വെല്ലുവിളി തന്നെ ഉയർത്തുന്നുണ്ട്. റോഡ് ഷോ അടക്കമുള്ള പരിപാടികളിൽ ഇത് വലിയൊരു തിരിച്ചടിയാകുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിരവധി വിഷയങ്ങളാണ് ഈ കാലത്തിനുള്ളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. കാരണം കഴിഞ്ഞ 25 ദിവസമായി, ഏകദേശം 25ഓളം ദിവസമായി ഇത്തരത്തിൽ പ്രചാരണവുമായി സജീവമായിരുന്നു പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം തന്നെ. പക്ഷേ കൃത്യമായി വ്യത്യസ്ത വിഷയങ്ങൾ, പ്രത്യേകിച്ച് വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഏറ്റവും കൂടുതലായി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. UDF-ഉം അതോടൊപ്പം തന്നെ LDF-ഉം അത്തരം വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നത്. PDP-യുമായുള്ള LDF-ന്റെ കൂട്ടുകെട്ടും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF-ന്റെ കൂട്ടുകെട്ടും വലിയ ഒരു വിവാദമായി. അതേസമയം മലയോര മേഖലയിൽ പ്രചാരണവുമായി സജീവമായിരുന്നു NDA. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു NDAയുടെ ഇക്കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു പ്രചാരണം. കാരണം മലയോര മേഖലയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അത്തരം വിഷയങ്ങളാണ് പ്രധാനമായും NDA ഈ പ്രചാരണ രംഗത്ത് ഉന്നയിച്ചിരുന്നത്. വികസന കാഴ്ചപ്പാടിലൂന്നിയുള്ള ഒരു പ്രചാരണമാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം മറ്റു മുന്നണികൾ പ്രധാനമായും മതപരമായ വിഷയങ്ങൾ എടുത്തുകൊണ്ടാണ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമി, PDP അടക്കമുള്ള മതമൗലികവാദ സംഘടനയുമായുള്ള കൂട്ടുകെട്ട്, അത്തരം വിഷയങ്ങളാണ് പ്രധാനമായും അവർ ചർച്ച ചെയ്തത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിൽ PV അൻവറും പരമാവധി തരംഗം അല്ലെങ്കിൽ ഓളം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം PV അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇന്നലെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസുഫ് പത്താനെ അടക്കം രംഗത്തിറക്കിയായിരുന്നു PV അൻവറിൻ്റെ പ്രചാരണ പരിപാടികൾ. എന്തായാലും അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പ്രചാരണം മുറുകുക തന്നെയാണ്. 2,31,000-ഓളം വോട്ടർമാരാണ് ഈ മണ്ഡലത്തിൽ ആകെ ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരാണ് ഉള്ളത്. കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെയും CPM PDP-യെയും ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ. ഈ തീവ്ര സംഘടനകളുമായുള്ള കൂട്ടുകെട്ടാണോ
BJPയും NDAയും പ്രധാന പ്രചാരണ വിഷയമാക്കുന്നത്? തീർച്ചയായും UDFിൻ്റെയും അതോടൊപ്പം തന്നെ LDFിൻ്റെയും മതമൗലികവാദ സംഘടനകളുമായുള്ള കൂട്ടുകെട്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു. കാരണം ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് ഈ രണ്ട് മുന്നണികളും കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് കൃത്യമായി തന്നെ NDA എടുത്തു കാണിച്ചിരുന്നു. NDAയുടെ പ്രധാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ അടക്കം പറഞ്ഞിരുന്നു ഇത് കേരളത്തിന് വലിയ അപകടം ചെയ്യും. താൽക്കാലികമായ ഒരു വോട്ട് ലക്ഷ്യം ഇട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുമ്പോൾ അത് ഭാവിയിൽ വലിയ രീതിയിലുള്ള ഒരു ദോഷം ചെയ്യും. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദവുമായി രംഗത്തിറങ്ങിയുള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അതോടൊപ്പം തന്നെ PDPയും അത്തരത്തിലുള്ള തീവ്ര മതമൗലികവാദ സംഘടന കൂടിയാണ്. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്, അതോടൊപ്പം തന്നെ കോയമ്പത്തൂർ സ്ഫോടന കേസ് അടക്കമുള്ള തടിയൻ്റെ നസീറിൻ്റെ ഭീകരവാദ സംഘടനയിൽ ഉൾപ്പെട്ട ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർ കൂടിയായിരുന്ന തടിയൻ്റെ നസീറിൻ്റെ മാതൃസംഘടനയാണ് PDP. ഇത്തരത്തിലുള്ള മതഭീകരവാദ സംഘടനകളുമായുള്ള കൂട്ടുകെട്ടാണ് UDFിൻ്റെയും LDFിൻ്റെയും ഭാഗത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉടനീളം കാണാൻ കഴിഞ്ഞത്. കൃത്യമായി തന്നെ NDA അടക്കം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വലിയ ഒരു അപകടം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇവർ ഇത്തരം കൂട്ടുകെട്ടുമായി മുന്നോട്ട് പോകുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിനടക്കം വലിയ രീതിയിലുള്ള ഒരു അപകടം ചെയ്യും. പ്രത്യേകിച്ച് ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമാണ് ഇവർ. അതുകൊണ്ട് തന്നെ അത്തരം ജനാധിപത്യത്തിന് വലിയ ദോഷം ചെയ്യുന്ന ഒരു കൂട്ടുകെട്ട് കൂടിയാണ് ഇത് എന്ന് കൃത്യമായി തന്നെ NDA നേതാക്കൾ ഇക്കാര്യത്തിൽ വിലയിരുത്തിയിരുന്നു, കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോഴും ആ കൂട്ടുകെട്ട് തുടരുന്നുണ്ട്. അത് എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് അത് മുസ്ലിം സംഘടനകൾ തന്നെ എതിർത്തിരുന്നു. പ്രത്യേകിച്ച് സുന്നി സംഘടനകൾ അടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് അത് എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. 23-ാം തീയതിയാണ് ഉപതെരഞ്ഞെടുപ്പ്. 3 നാൾ മാത്രം അകലെയാണ്. വലിയ ആവേശമാണ് പ്രചാരണ രംഗത്ത് മുന്നണികൾ പ്രകടിപ്പിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മൻ. തിരുവനന്തപുരം വെള്ളറടയിലെ പ്രിയംവദ കൊലക്കേസിൽ പ്രതി വിനോദിന്റെ സഹോദരൻ സന്തോഷും അറസ്റ്റിൽ. പ്രിയംവദയുടെ മൃതദേഹം മറവു ചെയ്യാൻ സഹായിച്ചത് സന്തോഷാണ്. കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മൃതദേഹം 3 ദിവസം വീട്ടിൽ സൂക്ഷിച്ചുവെന്നും ദുർഗന്ധം പുറത്തറിയിക്കാതിരിക്കാൻ ചന്ദനത്തിരി കത്തിച്ചെന്നും മൊഴിയുണ്ട്. വിനോദിന്റെ മകൾ പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രിയംവദയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ഒപ്പം ചേരുന്നു. അഖിൽ, വളരെ നിർണായകമായ വിവരങ്ങൾ, ഒരു അറസ്റ്റ് കൂടി. അതായത് പ്രിയംവദയെ ആ വീട്ടിലുള്ളവർ ഒക്കെ അറിഞ്ഞിട്ടാണോ കൊന്നത്? കൃഷ്ണരാജ്, സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലൊരു കൊലപാതകം നമ്മുടെ നാട്ടിൻപുറത്തും നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ജൂൺ 12-നാണ് പ്രിയംവദയെ കാണാനില്ല എന്ന് പറഞ്ഞ മകൾ ആദ്യം പോലീസിൽ പരാതി നൽകുന്നത്. പ്രിയംവദ ജോലിക്ക് പോകുന്നുണ്ട്, പലതവണ മകൾ വിളിക്കുമ്പോഴും ഫോൺ എടുക്കാതിരിക്കുന്നതിനെ തുടർന്നാണ് കാണാനില്ല എന്ന് പറഞ്ഞ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ, വെള്ളട പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത്. തുടർന്ന് ഒരു മാൻ മിസ്സിംഗ് കേസ് എന്ന നിലക്കായിരുന്നു പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് പ്രിയംവദയുടെ വീട്ടിനടുത്ത് തന്നെയുള്ള സരസ്വതി എന്ന് പറയുന്ന ഒരു സ്ത്രീ തൊട്ടടുത്തുള്ള, അതായത് പനിച്ചമൂട് മാവുവിള എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളി വികാരിയോട് എൻ്റെ വീടിന് സമീപത്ത് ഇത്തരത്തിൽ രക്തക്കറ കിടക്കുന്നുണ്ട് എന്ന് ഒരു സംശയം പറയുകയും അതിനെ തുടർന്ന് ഒരു അന്വേഷണം നടത്തുകയും ചെയ്യുമ്പോഴാണ് സരസ്വതിയുടെ മകൻ, അതായത് ചില സാമ്പത്തിക ഇടപാടുകൾ പ്രിയംവദയുമായി നടത്തിയിരുന്ന അയൽവാസി കൂടിയായ വിനോദ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയെന്നൊരു നിർണായകമായ വിവരം പുറത്തേക്ക് വരുന്നത്. ആ കൊലപാതകത്തിൻ്റെ കഥ കേൾക്കുമ്പോഴാണ് മലയാളിയുടെ മനസ്സ് എത്രമാത്രമാണ് ക്രൂരമായി ചിന്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു പണമിടപാട് നടത്തുന്നു, അതിനുശേഷം പണം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്നു, അതിനുശേഷം വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുന്നു. കൊലപാതകം നടത്തിയതിനു ശേഷം 2 ദിവസത്തോളം വീട്ടിനുള്ളിൽ ആ മൃതദേഹം സൂക്ഷിച്ചു വെക്കുന്നു. ആ മൃതദേഹത്തിൽ നിന്നും ദുർഗന്ധം പുറത്തേക്ക് വരുമ്പോൾ ആ ദുർഗന്ധം വരാതിരിക്കുന്നതിലേക്ക് വേണ്ടി ഒരു സാമാന്യ മനുഷ്യബുദ്ധിയിൽ തോന്നുന്നത് പോലെ ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നു. ആ ദുർഗന്ധത്തെ തുടർന്ന് മകൾ ഈ മൃതദേഹം കണ്ടെത്തുന്നതിനും പിന്നാലെയാണ് ആ മൃതദേഹം മറവു ചെയ്യാൻ പോകുന്നത്. അതായത് 12-ാം തീയതി, ഈ മാസം 12-ാം തീയതിയാണ് പ്രിയംവദയെ കാണാതെ പോകുന്നത്. ഇന്നലെ ഞായറാഴ്ച 15-ാം തീയതിയോട് കൂടിയാണ്
ഇത്തരത്തിലൊരു കൊലപാതകം നടന്നുവെന്ന് പുറത്തു വരുന്ന 3 ദിവസത്തിനു ശേഷം ഇന്നലെ 14-ാം തീയതി ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ്, അർദ്ധരാത്രിയോടുകൂടി, അതായത് ഈ 15-ാം തീയതി ഞായറാഴ്ച പുലർച്ചയോടുകൂടിയാണ് മൃതദേഹം മറവു ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ആ മറവു ചെയ്യാൻ ശ്രമം നടത്തുന്ന വിനോദിനെ സഹായിച്ചത് ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ച് വിനോദിന്റെ സഹോദരൻ സന്തോഷാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ തരത്തിലാണ് പോലീസ് അന്വേഷണങ്ങൾ പുരോഗമിച്ചു കൊണ്ടുപോകുന്നത്. റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം ചേർത്തു പറയാനുള്ളത്, ഏതെങ്കിലും തരത്തിലുള്ള ഈ ലൈംഗികമായ അതിക്രമം പ്രിയംവദയ്ക്ക് നേരെ നടന്നിട്ടുണ്ടോ എന്ന സംശയം കൂടി കൂട്ടിച്ചേർത്ത് ഇന്ന് മെഡിക്കൽ ബോർഡ് വിദഗ്ധമായ ഒരു സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രിയംവദയുടെ പോസ്റ്റ്മോർട്ടം ക്രിയകൾക്ക് നേതൃത്വം നൽകുന്നുണ്ടാകും. അതിനുശേഷം വൈകുന്നേരത്തോട് പ്രിയംവദയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ദ്രുതഗതിയിലുള്ള ഒരു അന്വേഷണം വെള്ളറട പോലീസിന്റെ നേതൃത്വത്തിൽ, നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിൽ വിനോദും സഹോദരൻ സന്തോഷും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഭാഗികമായ ഒരു തെളിവെടുപ്പ് നടത്തിയതാണ്. ഇന്ന് കൂടുതൽ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ മൃതദേഹം മറവു ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തുന്ന കാര്യത്തിലോ വിനോദിന്റെ കുടുംബാംഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഭാരതീയ നിയമസംഹിത പ്രകാരം കൊലയ്ക്ക് കൂട്ടുനിന്നോ കുറ്റകൃത്യം മറയ്ക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് സഹോദരൻ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ചുവെങ്കിൽ കൂട്ടുപ്രതിയാണ്. അമ്മയുടെ മൊഴിയുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതായത് ഈ ചന്ദനത്തിരി കത്തിച്ചു വെച്ചതും 3 ദിവസം കഴിഞ്ഞ് ആണ് മൃതദേഹം കുഴിച്ചുമൂടിയതെന്നും പിന്നീട് പേടി കാരണം ഉറങ്ങാൻ പറ്റിയില്ലെന്നും ഒക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. അമ്മയാണ് ആ മൊഴി നൽകിയതെന്ന സൂചനയുമുണ്ട്. ഒന്നും വ്യക്തമല്ല. അങ്ങനെയെങ്കിൽ ആ വീട്ടിൽ വിനോദിന്റെ മകളൊഴികെ മറ്റെല്ലാവരും ഇതിൽ പങ്കാളികളാണ്. അതാണ് കൃഷ്ണരാജൻ സൂചിപ്പിച്ചത്. ഈ കൊലപാതകത്തിന്റെ തുടരന്വേഷണത്തിൽ മാത്രമായിരിക്കും പ്രിയംവദയെ വിനോദ് ഒറ്റയ്ക്കാണോ കൊലപ്പെടുത്തിയത്, ആരെങ്കിലും സഹായത്തോടുകൂടിയാണോ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത നമുക്ക് ഉണ്ടാവുകയുള്ളൂ. നിലവിൽ മൃതദേഹം മറവു ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് വിനോദിന്റെ സഹോദരൻ സന്തോഷ് വിനോദിനെ സഹായിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കുറ്റകൃത്യം മാത്രമാണ് സന്തോഷിനുമേൽ ഇപ്പോൾ ചുമത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊലപാതകത്തിന് ശേഷം 3 ദിവസമാണ് വീട്ടിനുള്ളിൽ ആ മൃതദേഹം സൂക്ഷിച്ചു വെച്ചിരുന്നത്. ആ നേരത്തോട് നേരം കൊലപാതകം കഴിഞ്ഞ അതേ മണിക്കൂർ കഴിയുന്ന സമയത്ത് മൃതശരീരത്തിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം അത് അസഹനീയമായ ഒരു ദുർഗന്ധമാണ്. അതുകൊണ്ട് അത് പുറത്തേക്ക് വരാതിരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നത്. അത്തരത്തിൽ ചന്ദനത്തിരി കത്തിച്ചു വെക്കുമ്പോൾ മകൾക്കുണ്ടായ സംശയമാണ് കൂടുതൽ ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് ഈ ഘട്ടത്തിൽ പോകുന്നത്. പക്ഷേ അപ്പോഴും അമ്മ പറയുന്ന ചില മൊഴികളിൽ അവ്യക്തതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മ ആദ്യഘട്ടത്തിൽ അവിടുത്തെ ഒരു പള്ളി വികാരിയോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ ഈ കൊലപാതകം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കൊലപാതകം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ കൊലയ്ക്ക് ശേഷമോ ഈ കാര്യം വിനോദ് അമ്മയോടോ സഹോദരനോടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ A1 ആകുക വിനോദായിരിക്കും, A2 ആവുക സന്തോഷായിരിക്കും. അതിനോടൊപ്പം അമ്മയെയും പ്രതി ചേർക്കുന്നുണ്ടാകും. എന്തായാലും മലയാളിയുടെ മരവിച്ച മനസ്സിന്റെ വീണ്ടും ഒരു കൊലപാതകത്തിന്റെ കഥ കൂടി നമുക്ക് പറയേണ്ടി വരികയാണ്. തിരുവനന്തപുരം പ്രിയംവദ കൊലക്കേസിൽ കൂടുതൽ ചുരുളഴിയുന്നു. പ്രതി വിനോദിന്റെ സഹോദരനാണ് മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷം അറസ്റ്റിലാകുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 3 ദിവസം മൃതദേഹം വീട്ടിനുള്ളിൽ സൂക്ഷിച്ചു. ദുർഗന്ധം പുറത്തു പോകാതിരിക്കാൻ ചന്ദനത്തിരി കത്തിച്ചു. പേടി കാരണം ഉറങ്ങാനായില്ല. അങ്ങനെ മൊഴികൾ തുടരെ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വളരെ ദുരൂഹമായൊരു കൊലക്കേസായി അത് മാറുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമഠം. സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും. 5 ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നത്. മഴ തുടരുന്നതിനാൽ 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മിക്ക നദികളും കരകവിഞ്ഞൊഴുകുന്നു. മലയോര മേഖലയിലും തീരപ്രദേശത്തും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ഏറ്റവും പ്രധാനപ്പെട്ടത് വടക്കൻ കേരളത്തിലെ പെരുമഴ. അവിടെ റെഡ് അലർട്ടാണ് ഇന്ന്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ ഈ
മലയോര മേഖലയിൽ കനത്ത മഴ പെയ്യുന്നത് വലിയ ആശങ്കയാണ്. എന്താണ് പുതിയ വിവരങ്ങൾ? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് അതിതീവ്രമായ മഴ തുടരുകയാണ്. കാലവർഷം അതിന്റെ ഏറ്റവും ശക്തിയാർജിച്ച് നിൽക്കുന്ന മണിക്കൂറിലൂടെയാണ് കടന്നു പോകുന്നത്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകൾക്ക് ഇന്ന് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുമുണ്ട്. ശക്തമായ മഴ, അതിശക്തമായ കാറ്റാണ് ഇപ്പോൾ വടക്കൻ കേരളത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പല ജില്ലകളിലും പല നദികളിലും ഒക്കെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വടക്കൻ കേരളത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട് അടക്കമുള്ള മേഖലകളിൽ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലൊക്കെ തന്നെ ആശങ്കാജനകമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് ആശങ്കാജനകമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പല നദികളിലെയും ജലനിരപ്പ് ഉയരുകയാണ് ജില്ലയിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളടക്കം ജില്ലയിൽ ഏകോപിപ്പിക്കുകയാണ്. കൂടാതെ തന്നെ മലപ്പുറത്തും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലും മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിലുമൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കയും ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയും നിലനിൽക്കുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേക കരുതൽ നിലവിൽ നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും ഇന്ന് 11 ജില്ലകൾക്കും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി നൽകിയിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ഈ 11 ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് എങ്കിൽ പോലും ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ അടക്കമുള്ള ജില്ലകളുടെ തീരദേശ മേഖലയിൽ അതിശക്തമായ കാറ്റും അതിശക്തമായ കടൽക്ഷോഭവും രൂക്ഷമാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം ശംഖുമുഖം അടക്കമുള്ള മേഖലകളിലെ ദൃശ്യങ്ങളാണ്. ഇവിടെ പല വീടുകളിലും കടലെടുക്കുന്ന സാഹചര്യമുണ്ട്. നിരവധി വീടുകൾ ഏത് നിമിഷവും കടലെടുക്കാമെന്ന സാഹചര്യത്തിലേക്ക് നിൽക്കുന്ന ഒരു പശ്ചാത്തലം. ഈ വീടുകളിൽ പലയിടത്തും ജനവാസമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശങ്കയായി നിലനിൽക്കുന്നത്. ഇവരെയൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടിഞ്ഞു വീണ പല വീടുകളിലും ജനവാസം ഉണ്ടായിരുന്നു. പക്ഷേ അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതുകൊണ്ട് തന്നെ ആശങ്ക ഉണ്ടായില്ല, അല്ലെങ്കിൽ അപായങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ ദിവസം മാത്രം 3ഓളം മരണമാണ് മഴക്കെടുതി മൂലം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഴക്കെടുതി മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ തടയാനും ഒപ്പം തന്നെ മഴക്കെടുതി ഒഴിവാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും അത് പാതി വഴിയിലാണ് എന്നുള്ള ആരോപണം, പരാതികളൊക്കെ ഈ ഘട്ടത്തിൽ ഉയരുകയും ചെല്ലുകയാണ്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിലാണ് ആശങ്ക ഉയരുന്നത്. 30 മുതൽ 60 കിലോമീറ്റർ വരെ മഴക്കെടുതികൾ നോക്കിക്കാണുമ്പോൾ മഴക്കെടുതികളെ നേരിടാൻ, വ്യാപക നാശങ്ങളെ മറികടക്കാൻ എന്തെങ്കിലും മുൻകരുതലുകൾ എടുത്തിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്നുണ്ടോ? നിലവിൽ കൃഷ്ണരാജ് അത്തരത്തിലൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ തീരദേശ മേഖലയിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുൻപേ ആരംഭിക്കുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായി തുക നൽകുന്നതാണ്. ഒപ്പം തന്നെ ഓരോ കൗൺസിലർമാർക്കും ഓരോ ജില്ലാ ഭരണകൂടങ്ങൾക്ക് പ്രത്യേകമായി തുക നൽകുന്നതാണ്. പക്ഷേ ആ തുകയൊന്നും വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് തീരദേശ മേഖലയിൽ നിന്ന് മാത്രമല്ല നഗരമേഖലകളിൽ നിന്നടക്കം നമുക്ക് തലസ്ഥാന ജില്ലയിൽ നിന്ന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാനുള്ള ഓടനവീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കാത്തത് താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളക്കെട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. മലയോര മേഖലകളിലടക്കം ഈ മരക്കൊമ്പും ചില്ലകളും ഒക്കെ മുറിച്ചു മാറ്റി അത്തരത്തിലുള്ള പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. ആ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തതിന്റെ ഭാഗമായി മരം കടപുഴകി വീണും ഒപ്പം തന്നെ മരക്കൊമ്പുകൾ, മരച്ചില്ലകളൊക്കെ ഒടിഞ്ഞു വീണും ഒക്കെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. ശക്തമായ കാറ്റിൽ ലൈൻ കമ്പികൾക്ക് മുകളിലേക്ക് വീണ അത്തരത്തിലുള്ള വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങൾ, നിരവധി മണിക്കൂറുകൾ ഒപ്പം തന്നെ നീണ്ട മണിക്കൂറുകൾ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് KSEBക്ക് പോകേണ്ട പശ്ചാത്തലം അടക്കമുണ്ടാകുന്നു. വിവിധ വകുപ്പുകൾ ഒരുമിച്ച് ഒത്തൊരുമയോടെ കൊണ്ടുപോകേണ്ട ഒരു മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ മഴ മുന്നിൽ കണ്ടുകൊണ്ട് ജൂൺ മാസത്തിൽ എന്തായാലും കാലവർഷം എത്തുമെന്നുള്ളത് സർക്കാരിനറിയാം. ആ കാലവർഷം എത്തുമ്പോൾ അതിന് മുന്നോടിയായി നടത്തേണ്ട ഒരു പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് നിരവധി വീടുകളടക്കം കടലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം വന്നിട്ടുള്ളത്. പക്ഷേ എല്ലാ വർഷവും എല്ലാ ജൂൺ മാസവും തലസ്ഥാനവാസികളെ സംബന്ധിച്ചിടത്തോളം, തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചങ്കിടിപ്പിന്റെ ദിവസങ്ങളാണ്, കണ്ണീരിന്റെ ദിവസങ്ങളാണ്. ഒരു ഭാഗത്ത് ട്രോളിംഗ് നിരോധനം മൂലം ജോലിക്ക് പോകാൻ കഴിയാതെ പട്ടിണിയിലേക്ക് വീടുകൾ പോകുന്ന സാഹചര്യം, മറുഭാഗത്ത് ഈ ശക്തമായ കാറ്റിലും ശക്തമായ തിരമാലയിലും സ്വന്തം
കിടപ്പാടം പോലും നഷ്ടമാകുന്ന പശ്ചാത്തലത്തിലേക്ക് പോകുന്നു. ഇവിടെയൊക്കെ പ്രധാനമായും വേണ്ടത് പുലിമുട്ടുകളാണ്. പുലിമുട്ടുകളും ഒപ്പം തന്നെ കടൽ ഭിത്തികളുമാണ്. നമുക്കിവിടെ കാണാൻ ദൃശ്യങ്ങളിൽ കാണാൻ കടൽ ഭിത്തികൾക്ക് സമാനമായ രീതിയിൽ അവർക്ക് സുരക്ഷിത ഒരുക്കേണ്ട സർക്കാർ ചെയ്തിരിക്കുന്നത് ചാക്കുകളിൽ മണൽ നിറച്ച് ഇത്തരത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് മാത്രമാണ്. നിലവിൽ ഈ ഒരു ബലം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈ വീട്ടിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ നിലവിൽ തയ്യാറായിട്ടില്ല. ഈ വീട്ടിനുള്ളിൽ 3ഓളം ജീവനുകൾ താമസിക്കുന്ന ഒരു വീടാണ്. ഒരു കടലും കടൽ കയറുന്ന സ്ഥലവും ആ വീടും തമ്മിൽ, വീടിന്റെ ഭിത്തിയും തമ്മിൽ, ചുവരും തമ്മിൽ എത്രത്തോളം വ്യത്യാസം അല്ലെങ്കിൽ എത്ര ദൂരമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് തൊട്ട് പിന്നിലായി ഒരു വീട് കാണാം. ആ വീട്ടിൽ ഇന്നലെ വരെ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വീടിന്റെ സിറ്റ് ഔട്ടാണ് കാണാൻ കഴിയുന്നത്. ആ സിറ്റ് ഔട്ട് പോലും ഏത് നിമിഷവും ആ സിറ്റ് ഔട്ട് എന്നല്ല വീടോട് തന്നെ കടലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്നലെ അല്പസമയം മുമ്പാണ്, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരത്തിന്റെ വെട്ടുകാട് മേഖലയിൽ ഒരു വീട് പൂർണ്ണമായും കടലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. ഒരു ജീവന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആയുസിൽ മുഴുവൻ സമ്പാദ്യവും ഇറക്കി കടലിന്റെ മക്കൾ കെട്ടിപ്പൊക്കിയ വീടുകളാണ് ഇത്തരത്തിൽ ഈ ഒരു വരി വീടുകൾ പൂർണ്ണമായും നശിച്ചൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പലരും ബന്ധുവീടുകളിലാണ്, പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളുടെയും ഒപ്പം തന്നെ സുഹൃത്തുക്കളുടെയും വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. അവരൊക്കെ ഈ മഴ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു രാത്രി ഉറങ്ങി നേരം വെളുത്ത് തിരിച്ച് വീട് നോക്കാനായി വരുമ്പോൾ വീടില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഉള്ള സമ്പാദ്യങ്ങളെല്ലാം കടലെടുത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇതിനൊക്കെ ഉത്തരവാദി കോടികൾ സർക്കാരിന്റെ മുൻപിലേക്ക് എത്തിയിട്ടും ആ കോടികൾ എവിടെ വിനിയോഗിച്ചു എന്നുള്ള ചോദ്യം കൂടി ഈ മഴക്കാലത്ത് ഉയരുകയാണ്. എന്തായാലും ആശങ്കയുടെ നാളുകൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. കാലവർഷം അതിന്റെ ഏറ്റവും വലിയ ആശങ്കയാണ്. തീരപ്രദേശത്തും മലയോര മേഖലയിലും പ്രത്യേകിച്ച് വയനാട് പോലുള്ള ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഏതായാലും ശാലിനിയുടെ പിന്നിൽ കാണുന്ന വീടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എത്രമാത്രം ആശങ്ക നടുവിലാണ് തീരദേശവാസികൾ എന്ന്. മഴ കനക്കും. 5 ജില്ലകളിൽ, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി എസ്. പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക്. വഴുക്കുംപാറ മുതൽ കല്ലിടുക്ക് വരെയുള്ള ഭാഗത്താണ് ഗതാഗത കുരുക്ക് രൂക്ഷമായത്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു മരണം, 2 പേർക്ക് പരിക്കേറ്റു. കേദാർനാഥ് പാതയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. സോൻപ്രയാഗിൽ നിന്ന് കേദാർനാഥ് ധാമിലേക്കുള്ള നടപ്പാത തൽക്കാലം അടച്ചതായി അധികൃതർ അറിയിച്ചു. തുടർച്ചയായ ശക്തമായ മഴയാണ് പ്രദേശത്ത് പെയ്യുന്നത്. മണ്ണിടിച്ചിലിൽ കുടുങ്ങിക്കിടന്നവരെ പോലീസിന്റെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി. മഹാരാഷ്ട്രയിലെ പൂനെയിൽ പാലം തകർന്ന അപകടത്തിൽ മരണസംഖ്യ ഉയരുന്നു. 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 51 പേർക്ക് പരിക്കേറ്റു. കുന്തമല ഗ്രാമത്തിനടുത്ത് ഇന്ദ്രായണി നദിയിലാണ് സംഭവം. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRFന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അമ്പലപ്പുഴ വളഞ്ഞ വഴിയിൽ കടൽ തീരത്ത് ടാങ്കർ അടിഞ്ഞു. വാൻഹായ് 503 കപ്പലിലെ ടാങ്കറാണ് തീരത്തടിഞ്ഞതെന്നാണ് സംശയം. ഇന്ന് രാവിലെയാണ് തീരവാസികൾ ടാങ്കർ കണ്ടത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, അത് കപ്പലിൽ നിന്ന് എത്തിയതാണെന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താണ് എന്നാൽ ഈ ടാങ്കറിനുള്ളിൽ എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതിന് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥരും എത്തി പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാവൂ. എന്താണ് ഇതിനകത്ത് അപകടകരമായ എന്തെങ്കിലും പദാർത്ഥങ്ങളാണോ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ടാങ്കർ അടിഞ്ഞതായി തീരവാസികൾ കാണുന്നത്. അതുടനെ തന്നെ 112 എന്ന നമ്പറിൽ പ്രദേശവാസികൾ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നു. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ പ്രദേശത്തെല്ലാം തന്നെ 200 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ആരെയും താമസിക്കാനോ ഇല്ലെങ്കിൽ അവിടെ നിൽക്കാനോ സമ്മതിക്കുന്നില്ല. അത്തരത്തിൽ ആൾക്കാരെ വളയം മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ എന്താണ് എന്നത് അടങ്ങിയിരിക്കുന്നത് എന്താണെന്നതിലൊരു വ്യക്തത വരാതെ സംബന്ധിച്ച ഇത് ആശങ്കകൾ ഒഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും അത് അറിയുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ആ രീതിയിൽ ഇതിൻ്റെ ക്രമീകരണങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളതും. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ജനപ്രതിനിധികളോടടക്കം ചോദിക്കാം. ചേട്ടാ, ഇത് എപ്പോഴാണ് കണ്ടത്? എന്താണ് ഇതുവരെയുള്ള നടപടികൾ? പുലർച്ചെയാണ് കണ്ടത്. പുലർച്ചെ മത്സ്യത്തൊഴിലാളികളാണ് കണ്ടത്. ഇന്നലെ മുതൽ ആലപ്പുഴയുടെ തീരത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ പറവൂരൊരെണ്ണം അടിഞ്ഞു കയറി. അത് സേഫ്റ്റി ബോട്ടായിരുന്നു. നമ്മുടെ ഈ കോഴിക്കോട് കത്തിയ കപ്പലിൻ്റേതാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നമ്മൾ മാരിടൈം ബോർഡിൻ്റെ ക്യാപ്റ്റൻ അരുൺകുമാറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് കപ്പൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന 3 ടൈപ്പ് ഗ്യാസാണ്. അതിലൊരെണ്ണം ഫയർ സാധ്യതയുള്ളതാണ്, ഒരെണ്ണം പാനിക് ആകുന്നതാണ്. ഇതിലേതാണെന്നുള്ളത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അതിൻ്റെ സിഗ്നൽ കാണത്തുള്ളൂ.
എന്തായാലും ഇതിനകത്ത് ഗ്യാസ് കാണാനാണ് സാധ്യത. നമ്മൾ വീഡിയോസൊക്കെ അയച്ചപ്പോൾ ഗ്യാസ് കാണാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഇപ്പോൾ വേലി ഇറക്കാണ്. വേലി ഏറ്റം കൊണ്ടാൽ ഈ പാറയിലടിച്ച് ഇതിന് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് കാലിയായിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെയല്ല കിടക്കുന്നത്, ഈ ടാങ്കർ ഇങ്ങനെയല്ല കിടക്കുന്നത്. അത് കുറച്ച് ഒഴി അങ്ങ് പോയേനെ, മുകളിൽ കൂടെ അങ്ങ് പോയേനെ. ഇതിന് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എത്ര തിര വന്ന് അടിച്ചിട്ടും താഴെ നിന്ന് ഇളകി നിൽക്കാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടൊരു ആശങ്കയുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് റെസ്ക്യൂ ടീം ഉണ്ടെന്നാണ് അറിയുന്നത്. അവർ വരുന്നുണ്ട്. അവർ വന്നിട്ട് അവർ മാത്രം ഇറങ്ങിയാൽ മതിയെന്ന് റവന്യൂ അതുപോലെ തന്നെ പോലീസിൻ്റെ നിർദ്ദേശം വന്നു. അല്ലെങ്കിൽ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങുമായിരുന്നു. ഇനിയിപ്പോൾ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനും കഴിയില്ല. പടിഞ്ഞാറോട്ട് മാറ്റാൻ പറ്റില്ല, കടലിൻ്റെ അവസ്ഥ ഭീകരമാണ്. കിഴക്കോട്ട് മാറ്റാനുള്ള ട്രാൻസ്പോർട്ടിങ് ഫെസിലിറ്റി ഇല്ല. പിന്നെ ഇത് അഥവാ ഉണ്ടെങ്കിൽ ഇത് ചോരാതെ തന്നെ ഇത് മാറ്റാൻ വല്ല ട്യൂബോ പൈപ്പോ ഇവരെയും ചോർച്ചയില്ലെന്നുള്ളതല്ലേ നമുക്ക് ഇവരെയും ചോർച്ചയില്ല. അതൊരു ഭാഗ്യമാണ്. എങ്കിലും ആളുകളെ അത്യാവശ്യം ഇവിടുന്ന് മാറ്റുന്നുണ്ട്. 200 മീറ്റർ അകലേക്ക് ആളുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. കുടുംബങ്ങളിൽ കുറേ കിടപ്പ് രോഗികളൊക്കെ ഉള്ള ആളുകളുണ്ട്. അവരെയൊക്കെ പോയി ഇപ്പോൾ ജനപ്രതിനിധികളെല്ലാം കണ്ടിട്ട് അവരെയൊക്കെ ഒന്ന് അത്യാവശ്യം മാറ്റും ഇപ്പോൾ തന്നെ. അതാണിപ്പോൾ ആലോചിച്ചിട്ടുള്ള കാര്യം. കസ്റ്റംസിൻ്റെ അടക്കം ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കും. അവർ വരണം, കസ്റ്റംസുകാർ വരണം. കോസ്റ്റ് ഗാർഡിൻ്റെ ഇപ്പോൾ ആളുകൾ വന്നിട്ടുണ്ട്, കോസ്റ്റൽ പോലീസ് വന്നിട്ടുണ്ട്, റവന്യൂവിൻ്റെ കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ ഇപ്പോൾ വരണുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. പഞ്ചായത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്ര നേരമായിട്ടും ഫയർഫോഴ്സ് എത്തിയിട്ടില്ല എന്നുള്ളൊരു ഫയർഫോഴ്സ് എത്തിയിട്ടില്ല. ഇപ്പോൾ എത്തുമെന്നാണ് പറയുന്നത്. ഫയർഫോഴ്സ് എത്തിയിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെയാണ് കണ്ടത്. അത് സംബന്ധിച്ച് ഇതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ അത് തീ കത്തുന്നതിന് സാധ്യതയുള്ള ഗ്യാസും ഇല്ലെങ്കിൽ മറ്റ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഗ്യാസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചൊരു വ്യക്തത വരണമെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോ മറ്റോ എത്തി പരിശോധിക്കണം. ഇതിൻ്റെ എന്താണെന്നുള്ളത് ഉൾപ്പെടെ മാർക്ക് ചെയ്തിരിക്കുന്ന വശം പടിഞ്ഞാറ് ഭാഗത്താണ്. അവിടേക്ക് ഇപ്പം ആൾക്കാർക്ക് ചെന്ന് പരിശോധിക്കാനും സാധിക്കുകയില്ല. ഇപ്പോൾ നിലവിൽ ഒരു അപകട ആശങ്കയ്ക്ക് വകയില്ല. എങ്കിൽ കൂടിയും കടൽ ശക്തമായാൽ അവിടെ പാറക്കെട്ടുകൾക്ക് സമീപമായിട്ടാണ് ഇപ്പോൾ ഈ ടാങ്കർ കിടക്കുന്നത്. അതിലേക്ക് വന്ന് അടിച്ചാൽ നമുക്ക് നേരത്തെ കണ്ടതാണ്, ആറാട്ടുപുഴയിൽ അടിഞ്ഞ കണ്ടെയ്നർ രണ്ടായി അവിടെ വെച്ച് മുറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഇതിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ അതുവഴി ഗ്യാസ് ചോരാനും വലിയ അപകടത്തിനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പരമാവധി ഇവിടുന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കിടപ്പ് രോഗികളെ അടക്കം മാറ്റി പാർപ്പിക്കും എന്നതാണ് ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരും മറ്റും വ്യക്തമാക്കുന്നത്. എന്ത് തന്നെയായാലും ആശങ്ക ഒഴിയുന്നില്ല. ഇത് ടാങ്കർ ഇവിടെ നിന്ന് മാറ്റുന്നത് വരെയും ആശങ്ക നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന വാതകം എന്താണെന്നത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ലാത്തത് കൊണ്ടും ഒരു പക്ഷേ അത് തീ പടർത്തുന്ന തരത്തിലുള്ള വാതകമാകാനുള്ള സാധ്യതയുമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പ്, അതിൻ്റെ അടുത്തേക്ക് ആരും ചെല്ലരുതെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം 200 മീറ്റർ ചുറ്റളവിലുള്ളവരെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്. ശരി, അമ്പലപ്പുഴ വളഞ്ഞ വഴിയിൽ കടൽ തീരത്ത് ടാങ്കർ അടിഞ്ഞു. ആ ഇടത്തു നിന്നാണ് സുധീഷ് ഗോപാൽ തത്സമയം വിവരങ്ങൾ നൽകിയത്. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഭക്ഷണം പാക്ക് ചെയ്യുന്ന രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഹൈക്കോടതി. പ്രത്യാഘാതങ്ങൾ പരിശോധിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റേതാണ് നടപടി. ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ ഭക്ഷണം പാക്ക് ചെയ്ത് നൽകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച ഹൈക്കോടതി ഇക്കാര്യത്തിൽ പ്രത്യാഘാതം പരിശോധിക്കാനാണ് സർക്കാരിനോട് നിർദ്ദേശിച്ചത്. ഷവർമ കഴിച്ച് കുട്ടിക്ക് മരണം സംഭവിച്ചതിൽ കുടുംബം നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഷവർമയുടെ ഉപയോഗം സംബന്ധിച്ച കാലാവധി അടക്കം പ്രദർശിപ്പിക്കണമെന്ന് ഇതേ ഹർജിയിൽ കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ഭക്ഷണം പാഴ്സൽ നൽകുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ കാലാവധി സംബന്ധിച്ച് തീയതി രേഖപ്പെടുത്തണമെന്നതടക്കം ഉത്തരവായി പുറത്തുവരികയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ നടപ്പായില്ല. തുടർന്നാണ് ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തണമെന്ന ഹൈക്കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ. പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലെ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ അംശമെങ്കിലും ഭക്ഷണത്തിൽ കലരാൻ സാധ്യതയുണ്ടോയെന്നും പ്രത്യാഘാതവുമാണ് സർക്കാർ പരിശോധിക്കേണ്ടത്. ജനം, കൊച്ചി. തിരുവനന്തപുരത്ത് വാഹനാപകടത്തിൽ 1 വയസ്സുകാരന് ദാരുണാന്ത്യം. ബുജുര സ്വദേശി സിജാദിന്റെ മകൻ ആബിസ് മിൽഹാൻസ് ആണ് മരിച്ചത്. അമിത വേഗത്തിലെത്തിയ ഇരുചക്രവാഹനം ഓട്ടോയിൽ ഇടിച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
തിരുവനന്തപുരം വലിയമല മാമ്പ്രക്കോണത്ത് വെച്ചാണ് അപകടം. അമിത വേഗത്തിലെത്തിയ ഇരുചക്ര വാഹനം ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മാതാവിന്റെ കയ്യിൽ നിന്നും കുട്ടി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടിയെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ കുട്ടിയുടെ ഉമ്മയ്ക്കും പരിക്കുണ്ട്. തോളലിനും കാലിനുമാണ് പരിക്ക്. അതേസമയം ഇരുചക്ര വാഹനം ഓടിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളെ ആശുപത്രി അധികൃതർ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥികളെ വൈദ്യപരിശോധന നടത്താതെ പോകാൻ അനുവദിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അപകടത്തിൽ മരിച്ച കുട്ടിയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭൗതിക ശരീരം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ജനം, തിരുവനന്തപുരം. ജീവിതം തന്നെ ഒരു ക്യാൻവാസ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. ആ ജീവിതത്തിൽ നിറക്കൂട്ടുകൾ ചാലിച്ച് മായിക ലോകം തീർക്കുന്ന ദമ്പതികളെ പരിചയപ്പെടാം. കോഴിക്കോട് മഞ്ചേരി സ്വദേശി ഡോക്ടർ രഘുറാമും ഭാര്യ നവനീതവും ഇതുവരെ വരച്ചു തീർത്തത് 10,000-ലേറെ ചിത്രങ്ങളാണ്. അവരുടെ വിശേഷങ്ങളിലേക്ക്. മനുഷ്യ മനസ്സിന്റെ രോഗങ്ങൾക്ക് ആശ്വാസമാകുന്ന ഡോക്ടർ രഘുരാമിലേക്ക് എത്തണമെങ്കിൽ കോഴിക്കോട് ടൗൺ ഹാളിലെ ഈ ചിത്ര പ്രദർശനം കാണണം. ഡോക്ടർ എന്ന വിളിപ്പേരിനൊപ്പം ചിത്രകാരൻ എന്ന് കൂടി ചേർത്ത് വായിക്കാം. ജോലി തിരക്കിനിടയിൽ കിട്ടുന്ന ഇത്തിരി സമയം കൊണ്ട് നിറക്കൂട്ടുകൾ കൊണ്ട് ഒരു മായിക ലോകം തന്നെ തീർത്തുവെച്ചിട്ടുണ്ട്. അതിൽ നരേന്ദ്രമോദിയുടെ ചിത്രത്തെക്കുറിച്ചാണ് ആളുകൾക്ക് കൂടുതലും അറിയേണ്ടത്. നമ്മളൊരു പോർട്രേറ്റ് വരക്കുന്ന പോലെയാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖം എല്ലാവർക്കും പരിചയമുള്ള മുഖമാണ്. അപ്പോൾ നമ്മൾ ഒരു സിനിമാ നടൻ്റെ മുഖം വരച്ചാലും അതുപോലെ തന്നെ എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയുടെ മുഖം വരയ്ക്കുമ്പോൾ ആ വര ശരിയായോ എന്നുള്ളത് കാണുന്ന ആൾക്ക് മനസ്സിലാവും. പിന്നെ ആ ചിത്രം, മോദിജിയുടെ ചിത്രം വരച്ചത് ഒരു കറുത്ത ബോർഡിലാണ്. അപ്പോൾ കറുത്ത ബോർഡിൽ വെള്ള രോമങ്ങളൊക്കെ നന്നായിട്ട് വരയ്ക്കാൻ പറ്റും, താടിയൊക്കെ വരയ്ക്കാൻ പറ്റും, ഓറഞ്ച് കളറൊക്കെ നന്നായി വരും. അതൊരു പരീക്ഷണം പോലെയാണ് അത് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, എനിക്കും അത് സംതൃപ്തി ഉണ്ടായിരുന്നു. രഘുറാം മാത്രമല്ല, സഹധർമ്മിണി നവനീതവും വരയ്ക്കും. ഈ വരകൾ പക്ഷേ മലയാളികൾക്ക് അത്ര സുപരിചിതമല്ല. ഇപ്പം എൻ്റെ വര തുടങ്ങിയതെന്ന് പറയുമ്പോൾ കോലം വരച്ചിട്ടാണ്, പുള്ളി വെച്ച കോലം വരച്ചിട്ട് തുടങ്ങിയതാണ് എൻ്റെ വര. അപ്പോൾ ആ ഒരു സ്ട്രക്ചേർഡ് ആർട്ടാണ്. പുള്ളി വെച്ചിട്ട് അതിനെ കൺട്രോൾഡ് ആയിട്ടുള്ള കർവ്സ് ആൻഡ് ലൈൻസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഡോക്ടർ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻവാസിൽ വരയ്ക്കണമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ കുറേ ആർട്ടിസ്റ്റ് ഫ്രണ്ട്സൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ്. സോ ആദ്യത്തെ പെയിൻറ്റിംഗ് ഒക്കെ ഫാബ്രിക് പെയിൻറ്റിംഗ് ആയിരുന്നു. രഘുറാം ചേർത്ത് പിടിച്ചപ്പോഴാണ് തന്നിലെ വരകൾക്ക് പൂർണ്ണത വന്നതെന്ന് നവനീതം. ആ പിന്തുണയിൽ വിരിഞ്ഞതാണ് ഈ മനോഹര ചിത്രങ്ങൾ. ഇനിയുമേറെ വരയ്ക്കണം, ഇത്തരം ചിത്ര പ്രദർശനം നടത്തണം. അതാണ് ഈ ദമ്പതികളുടെ സന്തോഷം. ജനം, കോഴിക്കോട്. മുസ്ലിം ലീഗിന് തലവേദനയായി കോഴിക്കോട് തിരുവമ്പാടിയിലെ വിമത നീക്കം. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ച് പോഷക സംഘടനയായ KMCC കഴിഞ്ഞ ദിവസം നടത്തിയ കുടുംബ സംഗമത്തിൽ നിരവധി ലീഗ് പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. തിരുവമ്പാടിയിലെ മുസ്ലിം ലീഗിൽ വർഷങ്ങളായി തുടരുന്ന വിഭാഗീയത കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിൽ കരുതലോടെ നീങ്ങാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. അനഘ ഹർഷനൊപ്പം ചേരുന്നു. അനഘ, പറയൂ. കൃഷ്ണരാജ്, കോഴിക്കോട് തിരുവമ്പാടിയിലെ വിമത നീക്കം അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് തലവേദനയാകുകയാണ്. ഈ സംസ്ഥാന സെക്രട്ടറി CP ഷെറിയ മുഹമ്മദിന്റെയും അതുപോലെ തന്നെ തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള CK കാസിമിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിൽ 2 ചേരിയാണ്. ഇവർ രണ്ടുപേരും മുസ്ലിം ലീഗിനകത്ത് തന്നെയുള്ള 2 ചേരിയാണ്. മാത്രമല്ല, ലീഗ് സംസ്ഥാന കൗൺസിലിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡം പാലിക്കാതെ ഈ തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു, ഒരു പട്ടിക സമർപ്പിച്ചിരുന്നു. ഈ പട്ടികയെ ചൊല്ലിയുമൊക്കെ തന്നെ ഈ 2 വിഭാഗവും തമ്മിൽ നേരത്തെ തന്നെ വലിയ വിവാദമാവുകയും വലിയ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ നേതൃത്വവുമായി ഇടഞ്ഞ 5 പേരെ മുസ്ലിം ലീഗ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവർ പോഷക സംഘടനയുമുള്ള, അതായത് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയുണ്ട്, ഈ പോഷക സംഘടനയുമായിട്ടുള്ള ബന്ധം ഇവർ മുൻപോട്ട് കൊണ്ടുപോയിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ തന്നെ അവിടെയുണ്ട്. അതിനിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMS സലാമിന്റെയും മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള CK കാസിമിന്റെയും എതിർപ്പുണ്ടായിരുന്നു. ഇത്തരത്തിൽ കുടുംബ സംഗമം നടത്തരുത് എന്നൊരു എതിർപ്പ് ഈ ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ഈ ഒരു കുടുംബ സംഗമം
സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഈ പരിപാടിക്ക് നിരവധി ലീഗ് പ്രവർത്തകരും പങ്കെടുത്തിരുന്നു. അതായത് ലീഗ് നേതൃത്വം ഇത്തരത്തിലൊരു പരിപാടി നടത്തരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കുടുംബ സംഗമം നടത്തി. ഈ കുടുംബ സംഗമത്തിൽ ഈ പരിപാടിക്ക് ലീഗ് നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള നിരവധി പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ ഒരു നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അത്രയധികം പ്രവർത്തകരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. മാത്രമല്ല ഈ പരിപാടിയിൽ ഈ കുടുംബ സംഗമത്തിൽ നേരത്തെ ഇവർ തീരുമാനിച്ചിരുന്നത് PV അൻവറിനെ ഉൾപ്പെടുത്തി പരിപാടി നടത്താനായിരുന്നു. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിൽ ഭിന്നത വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ. അല്പം മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടിരുന്നു, അമ്പലപ്പുഴ തീരത്ത് ടാങ്കർ അടിഞ്ഞത്. അത് സുധീഷ് ഗോപാലാണ് റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നിൽ സുധീഷ് ഗോപാലിൻ്റെ മുഖം സുന്ദരമായി കാണിച്ചത് ആലപ്പുഴ ക്യാമറാമാൻ സുമേഷ് ആയിരുന്നു. ആ സുമേഷിൻ്റെ ജന്മദിനമാണെന്ന്. സുമേഷിന് ജനം കുടുംബത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വ്യക്തിപരമായും ഹാപ്പി ബർത്ത്ഡേ സുമേഷ്. പുത്തൻ പുലരിയുടെ 2 മണിക്കൂർ പൂർണ്ണമാകുന്നു. നിരവധി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനത്തിൻ്റെ തുടർച്ച ഈ മഴയത്തും ആശംസിക്കുന്നു. നമസ്തേ.